M80 മൂസയായും മറിമായത്തിലെ മൊയ്തൂട്ടിയായും മലയാളി മനസ്സുകളിൽ എന്നും ഇടം നേടിയ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം വിനോദേട്ടൻ. വിനോദേട്ടൻ നമസ്കാരം. നമസ്കാരം. വിനോദേട്ടൻ ഒരു മിമിക്രി കലാകാരൻ എന്ന് പറയുമ്പം നമുക്ക് എത്ര വിഷമങ്ങളുണ്ടെങ്കിലും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയാണല്ലോ നമ്മുടെ ജോലി, അല്ലേ? എൻ്റെ അച്ഛൻ ഭരിക്കുമ്പോൾ ഞാൻ മിമിക്രി കളിക്കുകയാണ്. എൻ്റെ റോള് കഴിഞ്ഞ് ഞാൻ സൈഡിൽ പോയി മൊബൈൽ എടുത്തപ്പോൾ ഏട്ടൻ്റെ കോളാണ്, മരിച്ചു, നീ പെട്ടെന്ന് വരണം. അപ്പോഴും എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, ഒരു ആക്ട് കൂടി ചെയ്യാനുണ്ട്. വറുതിക്ക് തീർപ്പ് കലിപ്പിച്ചമ്പ്രാൻ ഉണ്ണീടമേനെ കരുനീറുത്താൻ. ട്രാക്കിലിരുന്നു, റെയിലിന് മേലെ തല വെച്ചു, കത്ത് ബാഗും സൈഡിൽ വെച്ചു. പെട്ടെന്ന് എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും പെട്ടെന്ന് ഓർമ്മ. അന്ന് വിനോദ ആത്മഹത്യ ആയിരുന്നെങ്കിൽ ഇന്നത്തെ M80 മ്യൂസിയം മറിമായത്തിലും മൊയ്തൊന്നും ഇല്ലല്ലോ. മമ്മൂക്ക എനിക്ക് ആരൊക്കെയാണ്. മമ്മൂക്ക എനിക്ക് എൻ്റെ ബ്രദറാണ്, എൻ്റെ മാമനാണ്, ഒരു പക്ഷേ എൻ്റെ വാപ്പയാവാം. എനിക്ക് എൻ്റെ പടച്ചോനാണ് മൂപ്പര്. സന്തോഷ് ട്രോഫി കളിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട എൻ്റെ കുട്ടി നടക്കണത്. കാല് മുറിക്കണേക്കാണ് നല്ലത് എന്നെങ്ങനെ എടുക്കണതാ. എൻ്റെ സ്വന്തം മോളെ പീഡിപ്പിക്കുന്ന ഒരു അച്ഛനെ അവതരിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ആളുകൾക്ക് എന്നെ വെറുത്തു പോകും. ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും എനിക്ക് അതിന് താല്പര്യമില്ല. പക്ഷെ വിനോദേട്ടൻ 4 തവണ കല്യാണം കഴിച്ചു. അതെന്നെ സ്വന്തം ഭാര്യ തന്നെയല്ലേ, അത് ആര് കിട്ടും? അത്ര ഇഷ്ടം കൊണ്ടല്ലോ സ്വന്തം ഭാര്യ തന്നെ വീണ്ടും വീണ്ടും കല്യാണം കഴിക്കണം. വേറെ ആര് കഴിക്കും? ആര് കഴിക്കും? വിഷപ്പാടുകൾ വീണ് മഷിപ്പാടുകളെല്ലാം മാഞ്ഞു കാണും. തൃപ്തിയായില്ല എനിക്ക്. ഇവൻ മിടുക്കനാ കേട്ടോ. ഇവനെ കണ്ടിട്ടൊക്കെ അങ്ങനെ കണ്ട് ചേർന്നൊക്കെ അടിച്ചിട്ട് വരാം മോനെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. അഭിനയം എൻ്റെ ജീവനാണ്, സംഗീതം എൻ്റെ ശ്വാസമാണ്. M80 മൂസയായും മറിമായത്തിലെ മൊയ്തൂട്ടിയായും മലയാളി മനസ്സുകളിൽ എന്നും ഇടം നേടിയ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം വിനോദേട്ടൻ. വിനോദേട്ടൻ നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ നേരിട്ട് കാണാൻ പറ്റിയതിൽ. കാരണം ക്യാരക്ടറുകൾക്ക് ജീവൻ കൊടുത്തു, കഥാപാത്രങ്ങളെ എന്നും മലയാളികൾക്ക് സന്തോഷമായി സമ്മാനിച്ചൊരു വ്യക്തിയാണ്. എന്തു തോന്നി ഈ നിമിഷത്തിൽ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആഗ്രഹിച്ച പോലെയുള്ളൊരു ജീവിതം ഉണ്ടാക്കാൻ സാധിച്ചു. കുട്ടിക്കാലത്ത് നമ്മൾ സ്വപ്നം കാണുമല്ലോ, അതെ, അങ്ങനെ ആയിത്തീർന്നിട്ടുണ്ട്. പക്ഷെ ഇനിയും കിടക്കാനുണ്ട് കുറേ. പക്ഷെ എന്നാലും ഇന്നും ലോകം എല്ലായിടത്തും ഉള്ള മലയാളികൾ നമ്മളെ അറിയുന്നുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയുകയാണ്. വിനോദേട്ടൻ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നടനാവുക. പക്ഷെ നമ്മൾ മറ്റാളുകളെയൊക്കെ നോക്കുമ്പോൾ അഭിനയമാണെങ്കിൽ അഭിനയം, പക്ഷെ വിനോദേട്ടൻ ഒന്നിലല്ല ചുരുങ്ങിയേക്കുന്നത്. പാട്ട് പാടും, മിമിക്രി ചെയ്യും, അഭിനയം, ഇതിലെല്ലാം ഒരു സിഗ്നേച്ചർ പതിപ്പിക്കാനുള്ള കാരണം എന്താണ്? അല്ല, എനിക്ക് തോന്നുന്നു, അല്ല, സംഗീതം എൻ്റെ ജന്മന എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പാടുമായിരുന്നു കുട്ടിക്കാലത്ത്. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സംഗീതം എൻ്റെ ശ്വാസം. അതെ, പാട്ട് ഞാൻ പഠിക്കണത് ശരിക്കും എൻ്റെ 20-ാം വയസ്സിലാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവിടുത്തെ അധ്യാപകർ ശാസ്ത്രീയമായിട്ട് പഠിക്കണം വിനോദം. അപ്പോൾ വിനോദിന് കൂടുതലും നന്നായിട്ട് ക്ലാസിക്കൽ സോങ്സൊക്കെ പാടാൻ പറ്റും. ആ സമയത്താണ് ഞാൻ സംഗീതം പഠിക്കുക. അതുവരെ ഞാൻ സംഗീതം പഠിച്ചില്ല. എന്നിട്ട് ഞാൻ സംഗീതത്തിൽ ഒരുപാട് സമ്മാനങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാട്ട് നേരത്തെ ഉണ്ട്, അഭിനയം ഇതേപോലെ നേരത്തെ ഉണ്ട്. കുട്ടിക്കാലത്ത് തന്നെ ഞാൻ സ്കൂളിൽ അധ്യാപകരൊക്കെ അനുകരിച്ച് കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ കയ്യടി കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കത് ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പോൾ അടുത്ത അധ്യാപകനെ ഇതേപോലെ നിരീക്ഷിച്ചിട്ട് അയാൾ ക്ലാസ് എടുത്ത് പോകുമ്പോൾ അയാൾ ക്ലാസ് എടുക്കണ പോലെ ഞാൻ ക്ലാസ് എടുക്കും. രൂപവും ഭാവവും ഒക്കെ. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഇഷ്ടം, നമ്മളോട് അനുകരിക്കുന്നവരുടെ കുട്ടികൾക്ക് ഒരു ഭയങ്കര ഇഷ്ടമാണല്ലോ. അതെ, ഒപ്പം പാട്ടുകാരനും കൂടി ആകുമ്പോൾ പറയാനില്ല, നമ്മൾ താരമാണ്. അപ്പോൾ കുട്ടിക്കാലത്തെ സ്കൂളിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിട്ട് മാറി. പിന്നെ പിന്നെന്താ വെച്ചാൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് വലിയ വലിയ നാടകങ്ങളിൽ ബാലതാരമായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതെൻ്റെ അച്ഛൻ ഒരുപാട് നാടകക്കാരായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. തോപ്പിൽ ബാസി, KPSCയുടെ തോപ്പിൽ ബാസിയായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ പ്രശസ്തമായ പാട്ടബാക്കി എന്ന നാടകത്തിൽ ബാലതാരമായി. പാഠം 2, ഭാരതം, ശകുനി, കരിനിഴൽ, ചന്ദ്രോത്സവം, അങ്ങനെ കുറേ നാടകങ്ങളിൽ ഞാൻ എൻ്റെ 4ലും 5ലൊക്കെ പഠിക്കുന്ന സമയത്ത് ബാലതാരം. സ്കൂളിലൊന്നും പോകാറില്ല, ഫുൾ ടൈം നാടകത്തിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ എനിക്കൊരു മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടി, കാമ്പശ്ശേരി നാടക മത്സരത്തിൽ. അതൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടാക്കി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അഭിനയം കൊണ്ട് ജീവിക്കണം, അഭിനയമാവണം, കുലത്തൊഴിൽ എന്നൊക്കെ രീതിയിൽ അങ്ങോട്ട് ചിന്തിച്ചു തുടങ്ങി. അന്നൊരു ചിന്ത വരുന്ന സമയത്തും ആ കാലഘട്ടത്തൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടോ ഇതിൻ്റെ ആവശ്യം നമുക്കുണ്ടോ? അല്ല, ഉണ്ടോയെന്ന് വെച്ചാൽ അധ്യാപകർ പറയും, നീ വലിയ നടനാവണം, നീ വലിയ പാട്ടുകാരനാവണം. അധ്യാപകരാണല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്. ശരിക്കും എൻ്റെ അച്ഛനും അമ്മയും ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു.
അപ്പോൾ അവർക്ക് ഞാൻ കലാകാരനാവണം, പക്ഷേ കല ജീവിതമാർഗമാക്കരുത് എന്നവർ പറഞ്ഞു. സൈഡായിട്ട് കൊണ്ടുപോകണം. ജീവിതമാർഗ്ഗമാക്കാൻ ഗവൺമെൻറ് ജോലി തന്നെ വേണം. കാരണം അച്ഛനും അമ്മയും അത് ആസ്വദിക്കുന്നുണ്ട്. അതെ. അപ്പോഴേ നമുക്ക് സ്ഥിര വരുമാനം ഉണ്ടാവുള്ളൂ, പെൻഷൻ കിട്ടുകയുള്ളൂ, വയസ്സുകാലത്തും ജീവിക്കാൻ പറ്റും, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അധ്യാപകർ അങ്ങനെയല്ല. അധ്യാപകർ പറഞ്ഞാൽ നീ നടനാവണം. അത് ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് സാമൂരിയൻസ് ഗുരുവായൂരപ്പൻ കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അവിടുത്തെ അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. വിനോദ് ഒരു നടനായി കാണാൻ ഞങ്ങളൊക്കെ സ്വപ്നം കാണും. വിനോദായി തീരും, വിനോദിനുള്ള കഴിവുണ്ട്, വിനോദ് പാട്ട് പാടുന്നു, വിനോദ് ഡാൻസ് ചെയ്യണു, വിനോദ് അഭിനയിക്കണം, മിമിക്രി ചെയ്യണു, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സകലകല വല്ലഭൻ തന്നെ കേട്ടോ. തീർച്ചയായിട്ടും എല്ലാത്തിലും കൈ വെച്ചിട്ടുണ്ട്. ഞാൻ ഡാൻസും ചെയ്തിട്ടുണ്ട്, ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ. അതൊക്കെ ഒരു ധൈര്യമായിരുന്നു. പിന്നെ പ്രച്ഛന്ന വേഷം, എന്തൊക്കെ മത്സരങ്ങൾ പങ്കെടുക്കാവോ അതിലൊക്കെ പങ്കെടുക്കുകയും അങ്ങനെ സമ്മാനങ്ങളൊക്കെ വേണ്ടി കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു സ്ഥാനം നമുക്കുണ്ട് എന്നുള്ള ചിന്ത വന്നു. അങ്ങനെ അതിലേക്കാണ്ട് നീക്കി. എന്നിട്ട് ഒരു മിമിക്രി കലാകാരൻ എന്ന് പറയുമ്പം നമുക്ക് എത്ര വിഷമങ്ങളുണ്ടെങ്കിലും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയാണല്ലോ നമ്മുടെ ജോലി, അല്ലേ? എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ മിമിക്രി കളിക്കുകയാണ്. മിമിക്രി കളിക്കുക. എൻ്റെ അച്ഛൻ വീട്ടിൽ മരിക്കാൻ കിടക്കണ, അച്ഛൻ ഭയങ്കര സീരിയസ് ആയിട്ട് വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ അന്ന് എനിക്ക് പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാമിന് പോകാതിരിക്കാൻ പറ്റില്ല, അത് നമ്മുടെ കമ്മിറ്റ്മെൻറ്റാണ്. നമ്മൾ കലാകാരന്മാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. അപ്പോൾ നമ്മൾ ഏറ്റുപോയതാണ്. അവിടെ ചെന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. പക്ഷെ ഞാൻ പ്രോഗ്രാമിന് പോയി. ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മൊബൈൽ അടിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കറിയാതെ അച്ഛനെ മരണ വാർത്തയാണെന്ന്. പക്ഷേ എനിക്ക് അപ്പോഴും എടുക്കാൻ പറ്റില്ല, ഞാൻ കോമഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു എൻ്റെ റോള് കഴിഞ്ഞ് ഞാൻ സൈഡിൽ പോയി മൊബൈൽ എടുത്തപ്പോൾ ഏട്ടൻ്റെ കോളാണ്, മരിച്ചു, നീ പെട്ടെന്ന് വരണം. അപ്പോഴും എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, ഒരു ആക്ട് കൂടി ചെയ്യാനുണ്ട്. അങ്ങനെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോഴും ഞാൻ വീണ്ടും പെർഫോം ചെയ്യാണ്. എന്നിട്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നത്. അത് കലാകാരന്മാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കാരണം നമുക്ക് മരണത്തിനും വീട്ടിലെ കല്യാണത്തിനൊന്നും ഒരു സിനിമയിൽ ഇപ്പോൾ ഒരു 8 ദിവസം ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ 8 ദിവസത്തിൽ എനിക്കൊരു ദിവസം വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിലൊരു മരണം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കതൊരു വിഷയമല്ല. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ കോമ്പിനേഷൻ സീനുകളൊക്കെ പ്രശ്നമാവും. അത് കലാകാരന്മാരെല്ലാവരും അനുഭവം. അല്ലെങ്കിൽ നമ്മൾ അത്രയും ഉന്നതങ്ങളൊരു കലാകാരനായി കഴിഞ്ഞാൽ, ഇപ്പോൾ മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ സോറി എനിക്കിന്ന് പോകണമെന്ന് പറഞ്ഞാൽ തീർന്നു. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ഘട്ടങ്ങൾ നമുക്ക് ഒരുപാടുണ്ടാവും കലാരംഗത്ത്. വിനോദേട്ടൻ്റെ ജീവിതം ഒരു റെയിൽവേ സ്റ്റേഷനും ട്രെയിനുമായിട്ടൊരു ബന്ധമുണ്ട്. ഒന്ന് പങ്കുവെക്കുക വിനോദേട്ട. ഒന്നുമില്ല, ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയത്തെ സ്വപ്നം കണ്ട സമയത്ത്, കോളേജ് വിട്ട സമയം, ടീച്ചേഴ്സൊക്കെ എന്നോട് നടനാവണമെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഭാഗ്യം പോലെ എനിക്ക് MT വാസുദേവൻ നായരുടെ രചനയിൽ KS സേതുമാധവൻ സംവിധാനം ചെയ്യുന്നൊരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുകയാണ്. അത് ഇൻ്റർവ്യൂവിന് പോയി ഞാൻ നന്നായിട്ട് MTയുടെ മുന്നിലും ഈ സേതുമാധവൻ സാറിൻ്റെ മുന്നിലും പെർഫോം ചെയ്തു. അവരൊരുപാട് ചിരിച്ചു. അവർ ചോദിക്കണതിനൊക്കെ ഞാൻ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുക. പാടുമോ? പാടും. പാട്ട് പാടും. കവിത പാടുമോ? കവിത പാടും. മോണോക്ട് ചെയ്യും? മോണോക്ട് ചെയ്യും. മിമിക്രി ഉണ്ട്? മിമിക്രി. എല്ലാം ചെയ്ത് കാണിച്ചു കൊടുത്തു. പിന്നെ അവർ ഒരു സിറ്റുവേഷൻ തന്നു, ആ സിറ്റുവേഷൻ ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് എനിക്ക് അവസരം കിട്ടുന്നത്. പക്ഷെ അഭിനയിക്കാൻ വേണ്ടി ഞാൻ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലെത്തിയപ്പം 4 ചെറുപ്പക്കാരുടെ കഥയാണത്. ആ 4 ചെറുപ്പക്കാർ ആരാന്നൊക്കെ തലേദിവസം ഞങ്ങൾ 4 പേരും അവിടെ എത്തിയിട്ടുണ്ട്. അസോസിയേറ്റ് ഡയറക്ടർ വന്ന് ഞങ്ങൾക്ക് കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം കേട്ട് വളരെ സ്വപ്നം കണ്ട് നിൽക്കുകയാണ് ഞാൻ. കാരണം ആദ്യത്തെ സിനിമ MT സാറിൻ്റെ സിനിമ വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച KS സേതുമാധവൻ സാറുടെ സംവിധാനത്തിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നതൊക്കെ സ്വപ്നം കാണുകയാണ്. പക്ഷെ പിറ്റേന്ന് രാവിലെ വിധിയുടെ വൈപരീതം പോലെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ കൊണ്ടുപോയി പറയണു, ശരിക്കും വിനോദിനല്ല ഇതിനകത്ത് സെലക്ട് ചെയ്തത്, മറ്റൊരാളെയായിരുന്നു, അത് കത്തയച്ചതിൽ മാറിപ്പോയതാണ്. അയ്യോ, അതറിയുമ്പോഴുള്ളൊരവസ്ഥ ഇപ്പം നിൻ്റെ മുഖത്തൊരവസ്ഥ വന്നില്ലേ? ഇതിൻ്റെ ആൾ ഞാനാണ്. അപ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ തലേദിവസം എൻ്റെ ക്യാരക്ടർ പറഞ്ഞു, ഞങ്ങൾ 4 പേരും ഒരു ബെഡിൽ സ്വപ്നം കണ്ട് കിടക്കുക. ഞാൻ, സുധീഷ്, യദുകൃഷ്ണൻ, മറ്റൊരാൾ. ഈ 4 പേരും സ്വപ്നം കണ്ട് കിടന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞാനിതിലില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ എനിക്ക് ആരോടും പറയുന്നില്ല. എൻ്റെ കൂടെ ആരും വന്നിട്ടില്ല, അച്ഛനുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത്. അങ്ങനെ പകരം വേറൊരു ചെറുപ്പക്കാരൻ വരുന്നു. എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അയാൾ വരുന്നു. എന്നെ ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ സാറേ അങ്ങനെ കത്തിൽ അത് വിനോദ കമ്മ്യൂണിക്കേഷനിൽ ഒരു ചെറിയ പ്രശ്നം വന്നതാണ്. വിനോദിന് ഹൈറ്റ് ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഒരേ ഹൈറ്റുള്ള 4 പേരെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്ക്യൂസ് അവർ പറഞ്ഞത് മാത്രം. അതെനിക്കാണ്ട് സഹിച്ചില്ല. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ എനിക്ക് പറ്റില്ല. കാരണം ഇവിടുന്ന് എല്ലാവരും എന്നെ അത്രയും ആഘോഷമാക്കിയിട്ട് യാത്രയാക്കിയിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അവരെന്നെ സമാധാനിപ്പിച്ചു, വിനോദിന് ചെറിയൊരു വേഷമുണ്ട്, അത് കുറച്ച് ദിവസം കാത്തിരിക്കണം,
ഇവിടെ തന്നെ നിൽക്കാം, വീട്ടിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പിടിച്ച് നിർത്തി. പക്ഷേ ഒരു 3 ദിവസം കഴിഞ്ഞപ്പം ഞാൻ അവിടെ ഒരു അധികപ്പറ്റാന്ന് എനിക്ക് തോന്നി. കാരണം പലപ്പോഴും എന്നോടുള്ള ഒരു പെരുമാറ്റമൊക്കെ അങ്ങനെയായി. അപ്പം ഞാൻ പ്രൊഡ്യൂസറടുത്ത് ചോദിച്ചു, സാറേ എൻ്റെ സീൻ എന്നാൽ ഇവരൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, വീട്ടിൽ പോകണമെങ്കിൽ പോയിക്കോളൂ, അങ്ങനത്തെ രീതിയായി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ പാലക്കാടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നു. അപ്പോഴും ഞാൻ വീട്ടിലേക്ക് വന്നില്ല, വീട്ടിലേക്ക് ഞാൻ അറിയിച്ചതുമില്ല. കാരണം അത്രമേൽ ആഗ്രഹിച്ചാണല്ലോ. അതെ, വീട്ടുകാരൊക്കെ ഞാൻ അഭിനയിക്കുകയാണെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അവൻ്റെ വീട്ടിൽ പോയിട്ട് ആ പ്രായത്തിൽ ഞാൻ ആദ്യമായിട്ട് മദ്യപിക്കുന്ന അവൻ്റെ വീട്ടിൽ നിന്നാണ്. മദ്യപാനം ഇല്ലായിരുന്നു എനിക്ക്, പക്ഷെ അന്ന് എൻ്റെ വിഷമം കണ്ട് അവൻ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. അവൻ എന്നെ കള്ള് കുടിപ്പിച്ചു. അപ്പോൾ കള്ളിൻ്റെ ഒരു സുഖം ഞാൻ അറിഞ്ഞു. കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ ആ ഡയറക്ടറെ തെറി വിളിക്കണോ, പ്രൊഡ്യൂസറെ തെറി വിളിക്കണോ, അങ്ങനെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം പുറത്തു വരുന്നു. അങ്ങനെ കള്ള് കുടിച്ചൊരു മൂഡിലാണ് അന്ന് രാത്രി എനിക്ക് ആത്മഹത്യ ചെയ്യണം തോന്നി. ഒരു കത്ത് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുക. കാരണം എനിക്ക് അത്രയും സ്വപ്നം തന്നിട്ട് ആ സ്വപ്നത്തിൽ എന്നെ പിടിച്ച് പുറത്താക്കിയതല്ലേ. നാട്ടിലെത്തിയാൽ ഞാൻ എന്ത് മറുപടി എൻ്റെ കൂട്ടുകാരോടും എൻ്റെ ടീച്ചേഴ്സിനോടും എൻ്റെ മാതാപിതാക്കളോടൊക്കെ പറയുക എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഞാൻ മുന്നിലുള്ള ഓപ്ഷൻ ആത്മഹത്യ. അവൻ്റെ റൂമിൽ നിന്ന് ഞാൻ ബാഗ് എടുത്ത് ഇറങ്ങി. എൻ്റെ കയ്യിലൊരു പാഡുണ്ടായിരുന്നു, ആ പാഡിലൊരു പേപ്പർ എടുത്ത് ഞാൻ കത്തെഴുതി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് വിട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ട്രാക്കിലിരുന്നു, റെയിലിന് മേലെ തല വെച്ചു, കത്ത് ബാഗും സൈഡിൽ വെച്ചു. പെട്ടെന്ന് എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും പെട്ടെന്ന് ഓർമ്മ വന്നു. കാരണം അമ്മയും അച്ഛനും ഞാൻ ഒരു നടനാവണം, താരമാവണം എന്നൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാണ് അച്ഛനും അമ്മയും. അച്ഛനാണ് എന്നെ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത്. ഇതെൻ്റെ ആദ്യത്തെ ഒരു അനുഭവമല്ലേ, ഈ അനുഭവത്തോടൊക്കെ ഞാൻ ജീവിതം വേണ്ടാന്ന് വെച്ചാൽ അതൊരു വിഡ്ഢിത്തമല്ലേ എന്ന് വെറുതെ ഒരു മനസ്സിന് തോന്നി. എനിക്ക് അച്ഛനും അമ്മയും ആണ് എന്നെ പിന്തിരിപ്പിക്കാനുള്ളത്. അവരുടെ മുഖം ഓർമ്മ വന്നപ്പോൾ എനിക്ക് ഇന്ന് ആത്മഹത്യ ചെയ്യണ്ട എന്ന് തോന്നി. ഞാൻ ആ കത്ത് അവിടെ തന്നെ പിച്ചി കളഞ്ഞിട്ടിട്ട് ബാഗ് എടുത്ത് നേരെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. കിട്ടുന്ന ട്രെയിനിൽ കയറി ഞാൻ കോഴിക്കോട്ടേക്ക് വന്നു. എന്ന് ഞാൻ കഥ പറഞ്ഞു. ഇങ്ങനെയാണ് സംഭവം, ഞാൻ ആ സിനിമയിലില്ല, ഇത്രയും ദിവസം ഒരു 14 ദിവസം ഞാൻ വിട്ടു നിന്ന് വീട്ടുന്നു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും എന്നെ വിഷമിപ്പിച്ച, കാരണം അന്ന് എനിക്ക് പ്രായം എന്ന് പറഞ്ഞാൽ 19 വയസ്സ് ഉള്ളൂ, ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിൽ നമ്മളെ പിടിച്ച് താഴെയിടുക എന്ന് പറയുമ്പം ഇലയിലെല്ലാം വിളമ്പിയിട്ട് നിങ്ങൾക്ക് ചോറല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ എണീപ്പിക്കുമ്പോഴൊരവസ്ഥയില്ലേ, അത് സഹിക്കാൻ പറ്റില്ല. പിന്നീടും അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്, പക്ഷെ ഇതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. പക്ഷെ ഇന്ന് എത്തി നിൽക്കുന്നത്, അതെ, അന്ന് ഈ വിനോദ് കോവൂർ, അന്ന് വിനോദ് കോവൂരൊന്നുമില്ല, അന്ന് വിനോദാണ്. അന്ന് വിനോദ ആത്മഹത്യ ആയിരുന്നെങ്കിൽ ഇന്നത്തെ MIT മ്യൂസിയം മറുമായത്തിലും മൊയ്തൊന്നും ഇല്ലല്ലോ. അതെ, അപ്പം ദൈവം എന്തോ ഒരു കാര്യം നമുക്ക് വേറെ സ്ഥലത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പടച്ചവൻ ചെറുതല്ല. ഒത്തിരി താങ്ക് യു കേട്ടോ. കാരണം ഇതിപ്പോൾ ഒരു മോട്ടിവേഷൻ ഇല്ല. കാരണം ഇന്ന് പ്രണയത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. അതൊക്കെ നോക്കുമ്പോൾ ഇത് നമ്മുടെ ആഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നല്ലേ. അതാണ് വിനോദേട്ട, ഒരുപാട് ആൾക്കാർ ശരിക്കും വിനോദേട്ടൻ്റെ ഉയർച്ചയിലാണെങ്കിലും അല്ലെങ്കിൽ വിനോദേട്ടൻ്റെ യാത്രകളിലാണെങ്കിലും നീ എത്തപ്പെടത്തില്ല എന്നൊക്കെയാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് പറയുമ്പം പോലും ആ എത്തി കാണിക്കുമ്പോൾ ഉള്ള സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ്. അതെ, കുട്ടികൾക്കൊക്കെ ഒരുപാട്, കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. 2 മണിക്കൂർ ക്ലാസ് എടുക്കുക ഞാൻ. ഒരു ടീച്ചർമാർക്കാണ് ഹൗ ടു ബിക്കം എ ഗുഡ് ടീച്ചർ. നല്ലൊരു ടീച്ചർ ആവണമെങ്കിൽ എന്ത് വേണം, പഠനകാര്യത്തിൽ കുട്ടികളുടെ അമ്മമാരുടെ പങ്ക് എന്താണ്, കുട്ടികളുടെ പഠനം. അമ്മമാർക്ക് 2 മണിക്കൂർ ക്ലാസ്. ഇപ്പോൾ ഈ കല്യാൺ സിൽക്സ്, മലബാർ ഗോൾഡിലെ സ്റ്റാഫിനൊക്കെ ഒരു കസ്റ്റമർ വന്നാൽ കസ്റ്റമറോട് പെരുമാറേണ്ട രീതി, അതെ, അപ്പോൾ ആളുകളെ കയ്യിലെടുക്കുന്ന ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാസ് എടുക്കും. അപ്പോൾ ഞാൻ ഡൽഹി പോയിട്ട് എൻ്റെ ഒരു കോഴ്സൊക്കെ ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. എന്നൊരു മോട്ടിവേഷൻ സ്പീക്കർ ആക്കിയത് നമ്മുടെ കുഞ്ഞിനി മാഷാണ്, നമ്മുടെ മരിച്ചുപോയ കവി കുഞ്ഞിനി മാഷാണ്. അദ്ദേഹമാണ് എന്നെ മോട്ടിവേഷൻ സ്പീക്കർ ആക്കുന്നത്. അപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ശ്രമങ്ങളൊക്കെ പരാജയപ്പെടാം, പക്ഷെ ശ്രമിക്കാൻ പരാജയപ്പെടരുത്. ശ്രമിച്ചുകൊണ്ടിരിക്കണം. ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ. അതിനൊരു ഉദാഹരണം പറയുക, ഒരു 8 വല കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. ആ 8 വായിലൊരു സലൈവ കൊണ്ട് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു ഒരു കൊമ്പിലേക്ക് കയറി, ആ കൊമ്പിൽ നിന്ന് ഇങ്ങോട്ട് കയറി, ആ കൊമ്പിൽ നിന്ന് ഇങ്ങോട്ട് ചാടി, അങ്ങനെ ഒരു 250 വട്ടം ചാടുമ്പോഴാണ് 8 വല ഫോം ചെയ്യുന്നത്. അത് മനോഹരമായൊരു വല. അത്രയും സമയമെടുത്ത് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മ വന്നിട്ട് ചൂലെടുത്ത് കൂളായിട്ട് അതിനെ തട്ടി, ഒരു നിമിഷം കൊണ്ട് അതിനെ തട്ടി ഒഴിവാക്കും. 8 ഒരു കൊമ്പിലേക്ക് മാറിയിരുന്നിട്ട് 8 ശബ്ദിക്കാൻ, സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ 8 പറയായിരുന്നു, തള്ളയെ ചടിച്ചല്ലോ കള്ളയെന്ന്. പക്ഷേ 8 സംസാരിക്കാനുള്ള കഴിവില്ല. പക്ഷേ 8 എന്ത് ചെയ്യും, പിന്മാറുന്നില്ല. അതേ സ്ഥലത്ത് വീണ്ടും വല കിട്ടും. നിരന്തരമായിട്ട് ആ ശ്രമം തുടർന്നുകൊണ്ടിരിക്കും. അതുപോലെ മനുഷ്യന്മാരും അങ്ങനെ എന്ത് ചെയ്യണം, ഒരു തവണയൊന്നും ഫെയിലർ ആവുകൊണ്ട് നമ്മൾ പിന്മാറിപ്പോണ്ടവരൊന്നുമല്ല, ശ്രമിച്ചുകൊണ്ടിരിക്കണം.
ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടേക്കാം, പക്ഷെ ശ്രമിക്കാൻ പരാജയപ്പെടരുത്. അതാണ് ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുത്ത വാക്ക്. വിനോദോട്ടെ ശരിക്കും പഠിക്കുന്ന പാഠപുസ്തകത്തെക്കാൾ അനുഭവം ജീവിതാനുഭവം ഭയങ്കര സത്യമാണ്. ആ ലൈഫിൽ ശരിക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഇപ്പം നമ്മൾ പങ്കുവെച്ചു. അതിൽ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? അല്ല, അതിൽ പഠിച്ച പാഠം ഇതാണ്. നമ്മൾ ഒരിക്കലും നമ്മൾ ഇപ്പം അബ്ദുൽ കലാമിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഗാന്ധിജിയുടെ സത്യാന്വേഷണ കഥകൾ വായിച്ചിട്ടുണ്ട്, KR നാരായണൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. എനിക്കിതൊക്കെ ഭയങ്കര മോട്ടിവേഷൻ തന്ന സംഭവങ്ങളാണ്. അപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നിരന്തരമായിട്ട് സ്വപ്നം കാണുക. നിരന്തരമായിട്ട് സ്വപ്നം കണ്ടാൽ അത് സംഭവിക്കും. അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ 2 മോഹം, ഒന്ന് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുക, ഒന്ന് ഫ്ലൈറ്റിൽ കയറുക. ഇത് രണ്ടുമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോഹം. ഏറ്റവും കൂടുതൽ ഞാൻ കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ട കാര്യം, ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം മമ്മൂക്കയുടെ ചിത്രം നാണയെന്നും ചിത്രഭൂമിയെന്നും പേപ്പറിൽ നിന്നൊക്കെ വെട്ടിയെടുത്തിട്ട് നോട്ട് പുസ്തകത്തിൽ ഈ ചോറെടുത്തിട്ട് ഒട്ടിച്ച് വെക്കുമായിരുന്നു. അതിൻ്റെ ആൽബം ഉണ്ടാക്കി വെക്കും. ഏറ്റവും കൂടുതൽ ഞാൻ ഒട്ടിച്ച് കണക്ക് പുസ്തകമാണ് എന്നെ ഏറ്റവും കൂടുതൽ തളർത്തിയത്. ഏറ്റവും കൂടുതൽ A+B² = A²+2AB+B² എന്നുള്ളത് എന്തിനു പഠിച്ചു എന്ന് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ടതും കുട്ടികളുടെ മുന്നിൽ നാണം കെട്ടതും ക്ലാസ്സിൽ നിന്ന് വെളിയിൽ പോയിട്ട് നിന്നതും ബെഞ്ചിന് മേലെ കയറ്റി നിർത്തിയതൊക്കെ ഇക്കാരണം കൊണ്ടാണ്. പക്ഷേ ജീവിതത്തിൽ അതെനിക്ക് ഇതുവരെ ഉപകരിച്ചിട്ടില്ല, ഒരു ഗുണം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തഴയപ്പെട്ട സമയത്തൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാക്കി തരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ സ്വപ്നം കാണണം, നിരന്തരമായിട്ട് സ്വപ്നം കാണണം. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളത് എൻ്റെ സ്വപ്നമാണ്. അപ്പം ഞാൻ എപ്പോഴും മമ്മൂക്കയെ സ്വപ്നം കാണും. ഞാൻ ഇന്നലെയും മമ്മൂക്കയെ സ്വപ്നം കണ്ടു. ഇന്നലെയും കണ്ടു. ഇതിന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇപ്പോൾ എൻ്റെ ഒരു പുസ്തക പ്രകാശനം നടക്കാറുണ്ട് നെക്സ്റ്റ് മന്തിൽ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആദ്യ കോപ്പി എനിക്ക് മമ്മൂക്ക് കൊടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർ മാതൃഭൂമിയും പറഞ്ഞു, നമുക്ക് ആദ്യത്തെ കോപ്പി മമ്മൂട്ടിക്ക് കൊടുക്കാം വിനോദേ. ഞാൻ പറഞ്ഞാൽ മമ്മൂക്ക് സമ്മതിക്കും. ഇത് മനസ്സിലിട്ടോ നടന്നുകൊണ്ടെന്നല്ല, ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ മമ്മൂക്കയെ കണ്ടു, പുസ്തകം കൊടുത്തു, മമ്മൂക്ക എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണു, എന്നെ ചേർത്ത് പിടിക്കണു, ഒക്കെ ചെയ്ത് ഞാൻ ശരിക്കും ലൈവായിട്ട് സ്വപ്നം കണ്ടു. ഇനി നടക്കാനിരിക്കുന്നത് ഞാൻ ഇന്നലെ കണ്ടു. അതെ. പക്ഷേ ഇതേപോലെ കുട്ടിക്കാലത്ത് ഞാൻ സ്വപ്നം കാണുമ്പോൾ മമ്മൂക്കയുടെ കൂടെ സിനിമയിൽ അഭിനയിക്കുന്നതും, മമ്മൂക്കയുടെ കൂടെ കാറിൽ സഞ്ചരിക്കുന്നതും, മമ്മൂക്കയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും, മമ്മൂക്ക എനിക്ക് ചില ഉപദേശങ്ങൾ തരണം, ഒക്കെ സ്വപ്നം കാണാറുണ്ട്. ഇതെല്ലാം സഫലമായി വർഷങ്ങളേറെ കഴിഞ്ഞപ്പോൾ. പക്ഷെ കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും ആഗ്രഹിച്ച് നടക്കും. കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വരും നമ്മൾ. ഇപ്പോൾ ഫ്ലൈറ്റ് കയറുക എന്നുള്ളത്, ഫ്ലൈറ്റിൽ ഈ കുട്ടിക്കാലത്ത് ഏറ്റവും മുകളിലൂടെ ഫ്ലൈറ്റ് പോകുമ്പം ഫ്ലൈറ്റിനെ ഇങ്ങനെ കണ്ണെന്ന് മറയുന്നവരെ ഫ്ലൈറ്റിനെ നോക്കി നിന്നിട്ട് എന്നെങ്കിലും എനിക്ക് ഫ്ലൈറ്റ് ഒന്ന് കയറണം എന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് നമ്മളിങ്ങനെ മനസ്സിനിങ്ങനെ പ്രതീക്ഷ കൊടുക്കും. ഇപ്പോൾ എത്ര തവണ ഫ്ലൈറ്റ് കയറുമെന്ന് എനിക്കറിയില്ല. നാളെ ഞാൻ ഫ്ലൈറ്റ് കയറാൻ പോകും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ മനസ്സിൻ്റെ ധൈര്യമാണ്. ഞാൻ കുട്ടികളോട് പറയുന്നുണ്ട്, ഐ ക്യാൻ, ഐ വിൽ, ഐ മസ്റ്റ്. ഈ ചിന്താഗതിയാണ്. ഐ കാണ്ട് എന്നൊരിക്കലും നമ്മളുടെ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ സോറി എന്ന് പറയരുത്. ഐ ട്രൈ മൈ ബെസ്റ്റ് എന്നെങ്കിലും പറയണം. ഞാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാമെന്നെങ്കിലും പറയണം. പറ്റില്ലെന്ന് പറയരുത് ഒറ്റയടിക്ക്. അങ്ങനെ പറയുന്നവർ മടിയന്മാരാണ്. ഐ ട്രൈ മൈ ബെസ്റ്റ്, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യമാണ്. അതേ ഞാൻ പറയുള്ളൂ. ഞാൻ എല്ലാത്തിലും അങ്ങനെ ധൈര്യമുള്ള ഒരാളാണ്. ആ ധൈര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. വിനോദേട്ട ഇപ്പം MIT മൂസ അല്ലേ, നമ്മുടെ മറിയത്തിലെ ഈ ഒരു ക്യാരക്ടർ എത്രമാത്രം മലയാളികൾ ഇറങ്ങി തിരിച്ചു? മലയാളികളുടെ മനസ്സിൽ മുഴുവൻ ഇപ്പോൾ MIT മൂസ എന്ന് പറഞ്ഞ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ട് 8 വർഷമായി. അതെ. ഇപ്പം ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരുമ്പം, ഞാൻ മേക്കപ്പ് റൂമിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പുറത്തുനിന്നൊരാൾ, റോട്ടിൽ നിന്ന് തന്നെ കണ്ടു വന്നൊരു ലോട്ടറി വിൽക്കുന്ന ഒരാൾ വന്നിട്ട്, MIT മൂസ ഇങ്ങോട്ട് വന്നോ, വിനോദ് കോവൂർ ഇങ്ങോട്ട് വന്നോ എന്നൊക്കെ ഞാൻ കേൾക്കുകയാണ് അയാളെ. അപ്പോൾ അയാളൊക്കെ ഇപ്പോഴും ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു 20 പേര് എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിൽ 15 പേര് എന്നെ വിളിക്കുന്നത് മൂസക്കായി എന്നാണ്. 5 പേരെ എന്നെ വിനോദിനെ മൊയ്തു എന്നൊക്കെ വിളിക്കുന്നുള്ളൂ. കാരണം അതിൽ കഥാപാത്രത്തിന് അത്രമേൽ ഒരു ജീവൻ നൽകിയിട്ടുണ്ട്. അതാണ് കാരണം. പച്ചയായ ഒരു കഥാപാത്രമായിരുന്നു MIT മൂസ. അതുവരെ കണ്ട സീരിയലിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു 7ാം ക്ലാസ് വരെ പഠിച്ച ഒരു മീൻകാരൻ നായകനാവുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു ആ കാലത്ത്. സത്യം. കാരണം അതുവരെ നമ്മൾ കണ്ട സീരിയലിലെല്ലാം നായകന്മാരൊക്കെ സുമുഖന്മാർ, ഭയങ്കര ബെൻസ് കാറിലൊക്കെ വന്ന് ഇറങ്ങണു, ഇരുന്നില്ല വീട്ടിലേക്ക് അവർ ചുളിയാത്ത പിന്നെ ഡ്രസ്സ് ഇട്ടിട്ട് അവരുടെ ഡൈനിങ് ടേബിളിൽ നിന്ന് ലക്ഷറി ഭക്ഷണം കഴിക്കണം. ഇതൊന്നും MIT മൂസയുടെ വീട്ടിലില്ല. അയാൾ കയറി വരുന്ന വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകും, എന്നിട്ട് തള്ളിയിട്ട് അയാൾ വീട്ടിലേക്ക് വരിക. അയാളുടെ തീൻമേശ എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ടൊരു മേശയാണ്. ആ മേശയുടെ ചുറ്റും ഇരുന്നിട്ട് അയാളും മക്കളും ദാരിദ്ര്യമാണ് പറയുന്നത്. നാളെ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് എങ്ങനെ അടയ്ക്കും, നാളെ മോളുടെ സ്കൂളിലെ ഫീസ് എങ്ങനെ അടയ്ക്കും,
മീൻ മുഴുവൻ വിറ്റ് തീർന്നിട്ടില്ല, എന്തിട്ട് നമ്മൾ കാട്ട് പാത്തുവോ എന്ന് ചോദിക്കണ ഒരു ഫാമിലിയെ കണ്ടപ്പം കേരളത്തിലെ ജനങ്ങളൊക്കെ കൈനീട്ടി സ്വീകരിക്കും. കാരണം ഇതാണ് കേരളത്തിലെ പല കുടുംബത്തിൻ്റെ അവസ്ഥ. ഈ സാധാരണക്കാരന്റെ വീട്ടിൽ സംഭവിക്കുന്ന എങ്ങനെയാണോ അതുപോലെ അതുപോലെ സംഭവിക്കും. എന്നെ ആ എപ്പിസോഡൊക്കെ നടക്കുന്ന കാലത്ത് എന്നോട് പലരും പറയാറുണ്ട്, ഇന്നലെ നിങ്ങൾ ആ എപ്പിസോഡിൽ നടന്നത് ഇന്നലെ എൻ്റെ വീട്ടിൽ നടന്ന സംഭവമാണ്. അത് കേൾക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ചില വീട്ടിൽ നിന്നൊക്കെ പറയും, കണ്ടടാ മൂസക്കായി പറഞ്ഞേ കേട്ടോ, അങ്ങനെയാണ് കുട്ടികളോട് പെരുമാറുക, കുട്ടികൾ അങ്ങനെയാണ് ബാപ്പമാരോട് പെരുമാറുക എന്നൊക്കെ ഇങ്ങനെ ആളുകൾ ഉപദേശിക്കും കുട്ടികളെ. കുട്ടികൾ ഇങ്ങോട്ടും പറയും, ചില അച്ഛന്മാരെ കണ്ടോ മൂസക്കായി മോന് ചെയ്തു കൊടുത്തോണ്ടോ, അങ്ങനെ ചെയ്തു കൊടുക്കണം എന്നാലേ അച്ഛന്മാരാകുള്ളൂ എന്ന് പറയും. പിന്നെ ഈ മൂസക്കായുടെ കഥാപാത്രം ചെയ്യുന്ന സമയത്തെ ഈ നമുക്ക് തരുന്ന ഡയലോഗുകളാണെങ്കിലും ഈ എഴുതുന്ന കാര്യങ്ങളാണെങ്കിലും ഇത് ഓരോ സാധാരണക്കാരൻ്റെ കുടുംബത്തിൽ നടക്കണമെന്നാണെങ്കിൽ വിനോദേട്ടൻ അറിയണമെങ്കിൽ ശരിക്കും അത്രമേൽ സാധാരണക്കാർക്കിടെ ഇറങ്ങി തിരിച്ചുകൊണ്ടാണ് അല്ലാതെ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ അറിയാം. ഞാനൊരു സോഷ്യൽ വർക്കറാണ്. ഞാൻ അനാഥ മന്ദിരങ്ങളിലും വൃദ്ധസദനങ്ങളിലും ഒക്കെ എൻ്റെ ഒഴിവ് കിട്ടുന്ന സമയം മുഴുവൻ ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് പ്രയാസപ്പെടുന്ന കുടുംബത്തെ എനിക്കറിയാം. അന്നന്ന ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത എത്രയോ ഫാമിലീസിനെ എനിക്കറിയാം. തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ ക്യാരക്ടർ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് ഇന്നും 8 വർഷം കഴിഞ്ഞിട്ടും ആളുകളുടെ മനസ്സിൽ നിന്ന് ഇപ്പോൾ പഴയ എത്ര സീരിയലുകൾ വന്നുപോയി, ആ സീരിയലിൽ ഏതെങ്കിലും ആളുകൾ നമുക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഇല്ല, ആർക്കും ഓർമ്മയില്ല. പക്ഷേ ഈ M.A. ടി. മൂസ, പാത്തു, ഈ 2 കഥാപാത്രങ്ങൾ എപ്പോഴും, നാളെ ഇപ്പോൾ ബഹ്റിനിൽ പോണത് മൂസക്കായി ആയിട്ടാണ്, വിനോദ് കപൂറായിട്ടല്ല പോണത്. അവിടുത്തെ ഓണാഘോഷത്തിൽ മൂസക്കായി ഗസ്റ്റായിട്ട് വരണം, അത് അവരുടെ ആഗ്രഹമാണ്. അപ്പം അത് പടച്ചോനോട് നന്ദി. അത്രയും ആ ഒരു കഥാപാത്രം ഇനി അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അത്ര നല്ലൊരു താര ജോഡികളായിട്ട് മാറി. ഞാനും ഇപ്പോഴും ചെയ്യാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ട് മൂസ ഇനിയും വരണം, മൂസ വരുമോ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു സുരഭിലക്ഷ്മി ഭയങ്കര തിരക്കിലാണ്, അവളെ നമുക്ക് പാത്തുവിനെ മൊയ്യുമല്ല, എന്നിട്ട് വേറെ പെണ്ണിനെ കെട്ടാം എന്നൊക്കെയാണ് ആളുകൾ ഇങ്ങോട്ട് സജഷൻ പറയുകയാണ്. ചാനലുകാരും ചോദിക്കുന്നുണ്ട്, പല ചാനലുകാരും എന്നോട് ചോദിക്കുന്നുണ്ട്, വിനോദ് മൂസ നമുക്ക് ഒന്നും കൂടെ റീലോഡ് ചെയ്യാൻ പറ്റുമോ? ചെയ്ത് വെച്ചതിന് ഒരു അല്ല, ഞാൻ തയ്യാറാണ്. എനിക്ക് നല്ലൊരു പാത്തുവിനെ കിട്ടിയാൽ ഞാൻ ചെയ്യും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് പാത്തു എവിടെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ പോരാ. കാരണം നമുക്ക് ആളുകളുടെ കാരണം ഇത്രയും എത്രയോ ആളുകൾ പറയാറുണ്ട്, വിനോദം ഞാൻ ഇത്രയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നെ എപ്പോഴും ആളുകളൊന്നും തിരിച്ചറിയുന്നില്ല. പക്ഷേ ഞാൻ ഈ M.A. ടി. മൂസയും മറിമായും കാരണമാണ് ജനങ്ങളുടെ മനസ്സിൽ മുഴുവൻ നമ്മൾ സ്ഥാനം പിടിക്കുന്നത്. ഇവിടെ ചെന്നാലും കുട്ടികൾ ചെറിയ അമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുട്ടി പോലെ എന്നെ കാണുമ്പോൾ അമ്മേ മൂച്ചക്കായി എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ചെറിയ മനസ്സിലും നമ്മളുള്ളതുകൊണ്ടാണ്. അതിലിന്നും മനസ്സിൽ ആഴത്തിൽ തട്ടുന്നൊരു ഡയലോഗ് ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാം. അയ്യോ, ഡയലോഗ് ഒന്നുമല്ല, ഇഷ്ടം പോലെ ഡയലോഗല്ലേ. M.A. ടി. മൂസയിൽ ഞാൻ പറഞ്ഞ ഡയലോഗൊക്കെ റീൽസ് ചെയ്ത് ഇന്നിപ്പം ഒരു കുട്ടി രാവിലെ, ആ കുട്ടിയുടെ പിതാവ് എനിക്ക് റീൽസ് ചെയ്ത് അയച്ചിരുന്നു, മോള് ചെയ്താണ് വിനോദേട്ടായത് ഒരു കമൻറ്റ്, ഒരു വോയിസ് കമൻറ്റ് കൊടുക്കണം, അവൾക്കൊരു മോട്ടിവേഷൻ ആയിട്ട്. എല്ലാവരും ഞങ്ങളുടെ ഈ സാധനം എടുത്തിട്ടാണ് ഏറ്റവും കൂടുതൽ റീൽസ് ചെയ്തത്, എൻ്റെയും സുരഭിയുടെയും ഡയലോഗ്സ് എടുത്തിട്ട്. അതിൽ ഞങ്ങളുടെ കോമ്പിനേഷനിൽ വരുന്ന ഒരുപാട് ഹിറ്റായ സാധനങ്ങൾ. ഇപ്പം എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, ഇംഗ്ലീഷ് അറിയില്ല എനിക്ക്. അപ്പം മീനിൻ്റെ പേരൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞെന്ന് പാത്തുവിനെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പഠിപ്പിച്ചിട്ടും ഞാൻ രാത്രി ലേറ്റ് ആവുകയാണ് വീട്ടിലേക്ക് വരാൻ. കാരണം ലേറ്റായി വന്നാൽ ഗുഡ് നൈറ്റ് മാത്രം പറഞ്ഞ് കിടന്നാൽ മതിയല്ലോ, അതെ എന്ന് വിചാരിച്ചാൽ ലേറ്റ് ആവണം. പക്ഷേ വീട്ടിൽ വരുമ്പം സുരഭി പിടിക്കും, വൈ യു ലേറ്റ് മൂസക്കായി, ലുക്ക് ടു മൈ ഐ, വൈ യു ലേറ്റ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്കില്ല. ഐ ആം ലേറ്റ് പാത്തു, ഫ്രണ്ട്സ് ടൗൺ ടോക്കിംഗ് സോ ലേറ്റ്, ഇത്തിരി വെള്ളം തരുമോ, ഐ വാണ്ട് വാട്ടർ എന്നൊക്കെ പറയുമ്പോഴുള്ളൊരു ആളുകൾക്ക് ശരിക്കും ഭയങ്കര ജെന്യുവനായിട്ട് തോന്നുന്ന രംഗങ്ങളാണത്. ശരിക്കും ആ എപ്പിസോഡുകളൊന്നും ഇന്നത്തെ ഒരു ചാനലിലും ഇല്ലല്ലോ. ഇല്ല, സത്യമാണ്. അതിന് ശേഷം അതിനല്ല, അതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് മറിമായത്തിലും മൊയ്തു. മറിമായത്തിലും മൊയ്തുമായിട്ട് ഞാനിപ്പോൾ അഭിനയിക്കാൻ തുടങ്ങി 14 വർഷമായി. 14 വർഷം 750 ക്യാരക്ടറുകൾ ചെയ്തു അതിനകത്ത്. ഈ മറിമായത്തിൽ 750 ക്യാരക്ടർ, എന്തൊരു ഭാഗ്യമാണത്. അതും വ്യത്യസ്തമായ ക്യാരക്ടർ, നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതല്ല. ഇപ്പം അതിനകത്ത് ചെയ്യാൻ ബാക്കിയുള്ളത് പൈലറ്റ്, കപ്പിത്താൻ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, രാഷ്ട്രപതി, ഈ 5 ക്യാരക്ടറുള്ളൂ. ബാക്കിയെല്ലാം ചെയ്തു. കള്ളനായി, കളക്ടറായി, ഡോക്ടറായി, എൻജിനീയറായി, എന്തിന് വില്ലേജ് ഓഫീസറും പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും MLA-യും എന്തെല്ലാം ക്യാരക്ടർ ചെയ്തു മറിമായത്തിൽ. അത്ഭുതമാണ് മറിമായം. ഇപ്പോഴും ലോകത്ത് പിന്നെ അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ പറയും, ഞങ്ങളുടെയൊക്കെ ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂളാണ് വിനോദ് നിങ്ങളുടെ ഓരോ എപ്പിസോഡും, നിങ്ങളൊക്കെ ഞങ്ങളെ എങ്ങനെ ഞങ്ങൾക്ക് ഊർജ്ജം തന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഓരോ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ ചർച്ചാ വിഷയമായിരുന്നു. അതാണ്, ഓഫീസുകളൊക്കെ ഇപ്പോൾ വളരെ മര്യാദയായല്ലോ.
ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ചർച്ചാ വിഷയമാണ് മറിമായം. ഒരാൾ ചെന്നൊരു കാര്യം സാധിച്ചില്ലെങ്കിൽ സാറേ മറിമായത്തിലൊക്കെ പറയണത് നേരമല്ലേ എന്ന് പറയുമ്പോൾ ഇരിക്കും ശരിയായി തരാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നൊരു പരിസ്ഥിതിയിലേക്ക് എത്തി. ആ ഷൂട്ടിംഗ് സമയത്തൊക്കെ മറിമായത്തിന് നിങ്ങൾ സ്പോട്ടിൽ കൗണ്ടർ സ്പോട്ടിലാണ്. അത് മറിമായും MAT മ്യൂസിയൊക്കെ അങ്ങനെയായിരുന്നു. ഒരിക്കലും സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യാറില്ല. സ്ക്രിപ്റ്റ് വായിക്കും, സന്ദർഭം മനസ്സിലാക്കും, ബാക്കിയൊക്കെ കയ്യിൽ നിന്നിടുകയാണ്. മറിമായത്തിലൊക്കെ കയ്യിൽ നിന്നിട്ട് അതിപ്പം ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി എന്ന് പറഞ്ഞു 14 വർഷം ഒരുമിച്ച് അഭിനയിക്കുന്ന ആളുകൾക്ക് തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവും. ആ കെമിസ്ട്രിയാണ്. ഇപ്പം ഞാൻ ഒരു സാധനം പറഞ്ഞാൽ അയാൾ എന്ത് പറയുന്നത് എനിക്കറിയാം. നോട്ടത്തിൽ തന്നെ ഒരു പക്ഷെ മനസ്സിലാവും. അടുത്ത ഡയലോഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഡയറക്ടർക്ക് എളുപ്പമാണ്. കാരണം സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നേരെ ഷൂട്ടിംഗ് ഉണ്ട്. ഡയറക്ടർ കട്ട് പറയാൻ തന്നെ മറന്നു പോകും. സ്ക്രിപ്റ്റ് ചിലപ്പം വായിച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് 40 സെക്കൻഡ് ഉണ്ടാവുള്ളൂ. ഞങ്ങളതൊരു 1.5 മിനിറ്റ് 2 മിനിറ്റ് ആക്കും. അവസാനം ഡയറക്ടർ ചിരിച്ചതാണ് മതി നിർത്തുകയാണ്. അവിടെയാണ് നിർത്തുക. അതുവരെയുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഉപയോഗിക്കും. അതാണ് ഏറ്റവും നല്ല സാധനങ്ങളായിട്ട് മാറുക. വിനോദൻ ഇപ്പോൾ ആളുകളെ ചിരിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു, മോട്ടിവേഷൻ ചെയ്യുന്നു. എന്താണെങ്കിലും മനുഷ്യനാണ്, ഉള്ളിൽ വിഷമങ്ങളുണ്ട്. വിഷമങ്ങൾ ഉള്ളിൽ വെച്ച് എങ്ങനെ ചിരിപ്പിക്കാൻ പറ്റുന്നു ഒരു വ്യക്തിയെ? അല്ലേ, വിഷമങ്ങൾ ഉള്ളിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചവർ. ഇപ്പോൾ ബഹദൂറിൻ്റെയും അടൂർ ബാസിയുടെ ഒക്കെ കഥ കേട്ട് കഴിഞ്ഞാൽ ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മഴയത്താണ് കരയാറ്. മഴയത്ത് കരയുമ്പോൾ ഞാൻ എൻ്റെ കണ്ണീരാരും കരയില്ല കാണില്ല എന്ന് പറഞ്ഞ ചാർലി ചാപ്ലിൻ ഇത്ര ആളുകളെ ചിരിപ്പിച്ചൊരു വ്യക്തിയാണ്. ഒരുപാട് പേരുടെ മനസ്സിൽ വിഷമമുണ്ട്. ഇപ്പോൾ ഈ മിമിക്രി ചെയ്യുന്ന കലാകാരന്മാരെല്ലാവരും പാവപ്പെട്ടവരാണ്. ഒരു സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ നിന്നൊന്നും ഒരു മിമിക്രിക്കാരും വന്നിട്ടില്ല. വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യമുള്ള ഒരുപാട് മിമിക്രിക്കാരുണ്ട്. അവർക്ക് കിട്ടുന്ന കാശുകൊണ്ട് അവർ വീട്ടിൽ അരി വാങ്ങിച്ചു കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണം മിമിക്രിക്കല്ല. അപ്പോൾ അവർ ആ സങ്കടങ്ങളൊക്കെ മറന്നപ്പോൾ വീട്ടിൽ അച്ഛൻ വളരെ മോശമായൊരവസ്ഥയിൽ അച്ഛനൊരു ഗുളിക വാങ്ങാനുള്ള ഒരു മരുന്ന് വാങ്ങാൻ 1500 രൂപ വേണം. അതില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ അന്ന് രാത്രി പരിപാടിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വിനോട്ട് അന്ന് അച്ഛന് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പ്രോഗ്രാമിന് വരണത്, എനിക്ക് ഈ പ്രോഗ്രാമിന് 1000 രൂപ കിട്ടും, പിന്നെ ഒരു 500 രൂപയും കൂടി എനിക്ക് കിട്ടുകയും ഞാൻ അപ്പോൾ കൊടുക്കും 500 രൂപ പോയി അച്ഛന് മരുന്ന് വാങ്ങി കൊടുക്കുന്നുണ്ട്. എത്രയോ പേരെ ഞാൻ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ കൊറോണ കാലഘട്ടത്തൊക്കെ. കാരണം പല മിമിക്രിക്കാരന്മാർക്കും ഇല്ലാത്തൊരു കാര്യം നിക്ഷേപമാണ്. തീർച്ചയായും നിക്ഷേപമില്ല. അന്നന്ന് കിട്ടുന്ന അന്നന്ന് ചിലവാക്കുക. അത് കുറേ പേര് മദ്യപിച്ചൊക്കെ ചിലവാക്കുന്നുണ്ട്. അത് ഈ മദ്യപാനം ഒരു കലാകാരനെ നശിപ്പിക്കുന്നത് ഈ പങ്കുണ്ടോ? തീർച്ചയായിട്ടും വലിയ പങ്കുണ്ട്. ഞാനൊന്നും ഒരിക്കലും ആ ഒരു മേഖലയിലേക്ക് പോവാത്തത് കൊണ്ട് എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഞാൻ അഹങ്കരിക്കുന്നുണ്ട് കാരണം അതിനൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ നേരണ്ടാവുള്ളൂ. അപ്പോൾ ഞാനൊക്കെ ഗൾഫിൽ പോയാൽ എവിടെ ചില പ്രോഗ്രാമൊക്കെ പോയി കഴിഞ്ഞാൽ കമ്മിറ്റിക്കാർ എനിക്കിപ്പോൾ ഗൾഫിൽ നിന്ന് വരെ നല്ല ഭയങ്കര വിലയുള്ള മദ്യം കൊണ്ട്, വിനോദ് സൂപ്പർ പ്രോഗ്രാം, ഇതാ ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് എന്ന് പറയും. ഞാനതിങ്ങനെ നോക്കും, ഇതിന് എത്ര രൂപ വിലയുണ്ട്? ഇതിന് നാട്ടിലൊരു 7000 രൂപ ഉണ്ടാവും വിനോദ്. ആ 7000 രൂപ എനിക്ക് ക്യാഷായിട്ട് തരുമോ? ഞാൻ വീട്ടിലേക്ക് റേഷൻ മേടിച്ചോളാം എന്ന് പറയും. കാരണം ഞാൻ അങ്ങനത്തെ ഒരു വിജയാഘോഷങ്ങളിലും ഞാൻ പങ്കുകൊള്ളാറില്ല. കാരണം മദ്യം കാരണം മരിച്ചു പോയവരും ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയവരും ആളുകളെ കൊണ്ട് മോശം പറയിപ്പിച്ച ആളുകൾ നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഉദാഹരണങ്ങൾ. അപ്പം അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു മേഖലയിലേക്ക് മദ്യം, മയക്കുമരുന്ന്, പുകവലിക്കുന്ന പോലും നമുക്കിപ്പോൾ സീനിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ മദ്യപിക്കേണ്ടി വരും, പുകവലിക്കേണ്ടി വരും, എപ്പോഴും കഥാപാത്രങ്ങൾ. പക്ഷെ എപ്പോഴും പുകവലിക്കുമ്പം എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവാറുണ്ട്. കാരണം നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു സാധനമാണത്. മദ്യം പിന്നെ നമ്മൾ മദ്യമല്ല, നമ്മൾ കട്ടൻ ചായയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുടിക്കുക. പക്ഷേ പിന്നെ അതിൻ്റെ അതൊക്കെ കാണിച്ചാൽ മതിയല്ലോ, നമുക്ക് ആ സാധനമൊക്കെ കാണിക്കാൻ പറ്റും. പക്ഷെ പുകവലി അങ്ങനെയല്ല. അത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ചുമയ്ക്കും. പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ അത് തലയിൽ കയറും. പിന്നെ നമ്മൾ വിചാരിച്ച മാതിരി മൂക്കിൽ കൂടെ പുക വിടാൻ പറ്റില്ല. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഇതുവഴിയൊക്കെ പറയാൻ പറ്റില്ല. പിന്നെ ടോമാഞ്ചെറി മിമിക്രിയുടെ തുടക്ക സമയത്ത് അത് എത്രമാത്രം ഗുണം ചെയ്തു ജീവിതം? ടോമഞ്ചെറിയാണ് എന്നെ ഞാനാക്കിയത്. കാരണം ഞാൻ ആദ്യം വൺ മാൻ ഷോ ചെയ്യുന്ന ഒരാളായിരുന്നു. ഒറ്റയ്ക്ക് ഞാൻ പോയിട്ട് ഒരു 40 മിനിറ്റ് പെർഫോം ചെയ്യായിരുന്നു പണ്ടൊക്കെ. പിന്നെ എനിക്ക് തോന്നി ഒരു പാർട്ട്ണർ ആവാം. അങ്ങനെ പാർട്ട്ണർ കിട്ടിയപ്പം ആ ട്രൂപ്പിനൊരു പേര്, അപ്പോൾ അന്നൊക്കെ ടോമഞ്ചെറി ഇങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ടോമും ജെറിയും തമ്മിൽ നടത്തുന്ന തമാശകൾ. അങ്ങനെ ഞാനും എൻ്റെ ഒരു പ്രിയ കൂട്ടുകാരൻ സുബൈർ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ടോമഞ്ചെറി തുടങ്ങുന്നത്. അപ്പോൾ ആ രണ്ടുപേരുള്ള തമാശകൾ പല സ്ഥലങ്ങളിലും പോയിട്ട് അവതരിപ്പിച്ചു. അത് ഭയങ്കര വിജയമായി. ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നുകൂടി വികസിപ്പിക്കണം. അങ്ങനെയാണ് അതിലേക്ക് പിന്നെ നമ്മളെ നിർമ്മൽ പാലാഴിയും ദേവരാജും ഒക്കെ വരുന്നത്. പിന്നെ ഒരു ഗായകനെയും ഒരു ഡാൻസറേക്ക് വെച്ചിട്ട് പിന്നെ 2 മണിക്കൂർ ഷോ ആയിട്ട് ഞങ്ങളത് ചെയ്യാൻ. അപ്പോഴും ടോമഞ്ചെറി തന്നെയായിരുന്നു പേര്. ഒരു 5-6 വർഷം മനോഹരമായിട്ട് ടോമഞ്ചെറിയുമായിട്ട് ഞാനും ദേവരാജും നിർമ്മലൊക്കെ നാട് മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഒരുപാട് കാശുണ്ടാക്കി, ഒരുപാട് പേരുടെ മനസ്സിലിടം നേടി. അങ്ങനെയാണ് ഈ കാലനും ജാലിയൻ കണാരനും കാക്കയും ബാർബർ ഷോപ്പൊക്കെ ഉടലെടുക്കുന്നത് ആ ടോമഞ്ചെറിയിലൂടെയാണ്. അതൊക്കെ ഇന്നും വലിയ ഓർമ്മകളാണ്. കാരണം നമ്മളെ താരങ്ങളാക്കുന്നത്, കാരണം ആ സമയത്ത് കിട്ടിയ 2-3 റിയാലിറ്റി ഷോകൾ
ആ റിയാലിറ്റി ഷോകളിലൂടെ നമ്മൾ കേരളം മുഴുവൻ അറിയപ്പെട്ടു, കേരളത്തിന് പുറത്തും അറിയപ്പെട്ടു. അങ്ങനെ നമുക്ക് സിനിമ അവസരങ്ങൾ വരാൻ തുടങ്ങി, പല സംവിധായകരും നമ്മളെ നോട്ട് ചെയ്യാൻ തുടങ്ങി. ഒക്കെ മിമിക്രിയിലൂടെ ഉണ്ടായ ഭാഗ്യമാണ്. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മിമിക്രി അല്ല, എൻ്റെ തട്ടകം ശരിക്കും നാടകമായിരുന്നു. നാടകം. പക്ഷെ നാടകം ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ മിമിക്രി തിരഞ്ഞെടുത്തത്. അപ്പം മിമിക്രിയും നാടകവും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് അഭിനയം ഈസിയാണ്. എല്ലാത്തിലും കയ്യൊപ്പ് ഞാൻ പതിപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു കോമഡി വേഷം തന്നാലും വളരെ സീരിയസ് ആയിട്ടുള്ള വേഷം തന്നാലും, കാരണം ഞാൻ അഭിനയിച്ച നാടകങ്ങളിപ്പോൾ കേരളോത്സവ നാടക മത്സരത്തിൽ കോഴിക്കോട് വെച്ച് നാടക മത്സരം 4 വർഷം ഞാൻ ബെസ്റ്റ് ആക്ടറാണ് തുടർച്ചയായിട്ട് 4 വർഷം. പക്ഷേ ഈ 4 വർഷം ഞാൻ ചെയ്ത ക്യാരക്ടറും അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, തമാശയില്ല. അപ്പം അങ്ങനെ സീരിയസ് ചെയ്യുന്ന ഒരാൾക്ക് എനിക്ക് സീരിയസ് വേഷങ്ങളും വഴങ്ങും. അതിന് 2014 എനിക്ക് അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിം അതേ കാരണത്താൽ അതിൽ ഞാൻ ചെയ്ത വളരെ സീരിയസ് ആയിട്ടുള്ള വേഷമാണ്. അതിനാണ് എനിക്ക് ദേശീയ അംഗീകാരം ആദ്യമായിട്ട് കിട്ടുന്നത്. ശരിക്കും സ്കൂളിലെ കലോത്സവ വേദികളും നാടകങ്ങളുടെ തട്ടകങ്ങളും ഒക്കെയാണ് വിനോദിനെ വിനോദാക്കിയതല്ലേ? വിനോദേട്ട മമ്മൂക്കയുമായിട്ടുള്ള ബന്ധം എങ്ങനെ വിനോദൊക്കെ? മമ്മൂക്ക എനിക്ക് ആരൊക്കെയാണ്. മമ്മൂക്ക എനിക്ക് എൻ്റെ ബ്രദറാണ്, എൻ്റെ മാമനാണ്, ഒരു പക്ഷേ എൻ്റെ വാപ്പയാവാം. എനിക്ക് ജീവനാണ്. അതെ, ജീവനാണ്. എനിക്ക് എൻ്റെ പടച്ചോനാണ് മൂപ്പര്. ഞാൻ എൻ്റെ മൊബൈലിൽ മമ്മൂക്കയുടെ പേര് സേവ് ചെയ്തിരിക്കുന്നത് പടച്ചോൻ എന്നാണ്. പടച്ചോൻ. ആ പടച്ചോനെ സേവ് ചെയ്യാൻ കാരണം വർഷം എന്ന സിനിമയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തോട് പറയുന്നൊരു സീനുണ്ട്, നിങ്ങൾ എൻ്റെ പടച്ചോനാണ് നിങ്ങൾ എന്ന് പറയുന്നൊരു സീനുണ്ട്. വിഷമത്തിലാണ് പറയണത്. ആ സിനിമയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ, ഇപ്പോഴും ഞാനൊരു 53ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല വേഷമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വർഷത്തിലെ അസ്ലമാണെന്ന് പറയും. ആ വേഷം എനിക്ക് തരുന്നത് മമ്മൂക്കയാണ്. ആ വേഷത്തിലേക്ക് എനിക്ക് തരാൻ മമ്മൂക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കിയത് എൻ്റെ അതേ കാരണത്താൽ എന്ന ഷോർട്ട് ഫിലിമാണ്. ആ സിനിമയിലൂടെയാണ് ഞാനും മമ്മൂക്കയും തമ്മിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാകുന്നത്. മമ്മൂക്കയുടെ നമ്പർ എനിക്ക് തരുന്നത്, മമ്മൂക്കയോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം, എനിക്ക് കുറേ ഉപദേശങ്ങൾ തരുന്നതും. തന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം തന്ന ഒരു വരദാനമാണ് അഭിനയം. ഉറപ്പായിട്ടും അതിനെ പവിത്രമായിട്ട് കൊണ്ടു നടക്കാൻ പഠിക്കണം. കള്ള് കുടിക്കരുത്. മമ്മൂക്ക പറഞ്ഞു, കള്ള് കുടിക്കരുത്. കള്ള് കുടിച്ചാൽ നീ എത്രയും പെട്ടെന്ന് ഫീൽഡിൽ നിന്ന് ഔട്ടാവും. നിൻ്റെ കലയെ നീ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്ന മേഖലയിൽ നീ തള്ളിപ്പോവും. കഴിയുന്നത്ര ലഹരിയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഒരുപാട് കാലിബറുള്ള നടനാണ്, അപ്പോൾ അത് നഷ്ടപ്പെടുത്തരുത് എന്ന് പറയും. പിന്നെ ഞാൻ ആദ്യമായിട്ട് കാറുമായിട്ട് മമ്മൂക്കയെ കാണാൻ പോയപ്പോൾ മമ്മൂക്ക എൻ്റെ കാറ് കണ്ടപ്പം ഈ കാറൊക്കെ മാറ്റണം, വേറെ കാറ് മേടിക്കണം, ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അന്ന് തന്നെ ഞാൻ പോയിട്ട് കാറ് മാറ്റി. കാരണം അത് നമുക്കൊരു മോട്ടിവേഷനാണ്. മമ്മൂക്ക പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. അപ്പോൾ സേവ് ചെയ്തത് അർത്ഥമുണ്ട് പടച്ചോൻ. പിന്നെ ഞാൻ ആ കാറും കൊണ്ട് നേരെ പോയത് മാരുതിയിലേക്കാണ്. ഈ കാറിന് എത്ര രൂപ കിട്ടും? എനിക്കിപ്പോൾ പുതിയൊരു കാറ് വേണം. എന്നിട്ട് ആ കാറ് വാങ്ങി ഞാൻ പിറ്റേന്ന് തന്നെ മമ്മൂക്കയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുക്കും. അതുപോലെ എന്നോട് വീട് പണിയണം, സ്ഥലം വാങ്ങിക്കണം, എല്ലാം മമ്മൂക്ക സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥലം പോയി വാങ്ങി. നമ്മൾക്ക് എൻ്റെ അടുത്ത് നിക്ഷേപമുണ്ട്. അപ്പോൾ അത് ഒരാൾ പറഞ്ഞു തരാനില്ലായിരുന്നു നമുക്ക്, സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് തറവാടുണ്ട് മമ്മൂക്ക. തറവാടൊക്കെ അച്ഛൻ്റെ ഭാവനയല്ലേ വിനോദേ? വിനോദിനൊരു ഭാവനയില്ലേ? അതവിടെ ഇരിക്കട്ടെ. വിനോദൊരു സ്ഥലം വാങ്ങണം, വീട് വെക്കണം. ഞാൻ പോയി സ്ഥലം വാങ്ങിയിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും നമ്മളൊരു അനുജനെ പോലെ സ്നേഹിച്ച്. ഇപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം, ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിം, ഞാൻ ചെയ്ത 2-3 ആൽബങ്ങൾ, ഇതെല്ലാം മമ്മൂക്കയുടെ പേജിലൂടെയാണ് മമ്മൂക്ക റിലീസ്. ഞാൻ പറഞ്ഞിട്ട് പോലുമല്ല, ഞാൻ ആദ്യം കൊണ്ട് കാണിക്കും മമ്മൂക്ക. ഒരു ആത്മബന്ധം വരാനുള്ള കാരണം എനിക്കറിയുന്നില്ല. അത് ഞാൻ ഒരുപാട് കാലം സ്വപ്നം കണ്ടതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ദൈവം എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം തന്നത്. ഞാൻ മമ്മൂക്കയും കൂടെ 4 സിനിമയിലേ ചെയ്തിട്ടുള്ളൂ. ആ 4 സിനിമയിൽ ഞാൻ കൊച്ചു വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എന്നെ അറിയാം, അദ്ദേഹം എന്നെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്നെന്ന് മാത്രമല്ല കേട്ടോ, കാരണം മലയാള സിനിമയിൽ ഒട്ടനവധി അപ്ഡേഷനും ഇത്രമേലുള്ളൊരു നടൻ അറിയില്ല. കാരണം എവിടെയോ കിടന്ന് എന്നെ സിനിമയിൽ എത്തിക്കുന്നത് മമ്മൂക്കയാണ്. കോഴിക്കോടുള്ള സംവിധായകനോട് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, ഈ വിനോദ് കോവൂരിനെയൊക്കെ പരിചയപ്പെടുത്താൻ ചേമ്പിളിന് ഞാൻ വേണ്ടി വന്നു അല്ലേ, കോഴിക്കോടുള്ള നിങ്ങൾക്ക് അവനെ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് കോഴിക്കോട് മമ്മൂക്ക പറഞ്ഞൊരു സംവിധായകൻ ആകെ മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. സത്യമാണത്. മമ്മൂക്കയാണ് എത്രയോ ഡയറക്ടർമാരെടുത്ത് എന്നെക്കുറിച്ച് പറയണം. ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് മമ്മൂക്ക അത് പറയുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകൾ വിളിച്ച് എന്നെ പറയും, എന്നോട് പറയും, മമ്മൂക്കെന്ന് വിനോദിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ എനിക്കുണ്ടാകുന്നൊരു സന്തോഷം, നമ്മൾ സ്വപ്നം കണ്ട ആൾ മുന്നിൽ നമുക്ക് വേണ്ടി പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, വലിയ ഭാഗ്യമാണത്. വിനോദേട്ട അതേ കാരണത്താൽ എന്ന ഷോർട്ട് ഫിലിമിൽ ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടി, ആ ഒരു അനുഭവം പങ്കുവെക്കാം. അച്ഛനിൽ നിന്ന് ഗർഭിണിയാകേണ്ടി വന്നൊരു മകള്, ആ മകളുടെ ആത്മഹത്യാ ശ്രമമാണ് സിനിമ. ഇതെൻ്റെ മോട്ടിവേഷൻ പീരീഡിൽ എനിക്കുണ്ടായ അനുഭവമാണ്. ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന 2-3 പെൺകുട്ടികൾ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു. എന്താ കാരണം ചോദിച്ചപ്പം വീട്ടിൽ അവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് സ്വന്തം അച്ഛനെയാണെന്ന് പറഞ്ഞു.
അച്ഛനെ അച്ഛനെന്ന് ഹിന്ദു വിഭാഗത്തിലുള്ള കുട്ടികൾ പറയുന്നു, മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടികൾ വാപ്പേനെയാണ് പേടിക്കണമെന്ന് പറയുന്നു. അപ്പോൾ എന്തിനാണ് അച്ഛനെ പേടിക്കണത് എന്ന് ചോദിക്കുമ്പം നമ്മളൊട്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഈ കുട്ടികൾ പറയുന്നത്. സ്വന്തം അച്ഛൻ അമ്മ ഉറങ്ങിക്കഴിഞ്ഞാൽ മകളുടെ റൂമിലേക്ക് വന്ന് മകളുടെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത്. എന്നിട്ട് മോളെ ഭീഷണിപ്പെടുത്തിയിട്ട് അമ്മയോട് പറഞ്ഞ കൊന്നുകളയും, നിന്നെ അമ്മേനെയും കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് സ്വന്തം മോളെ അബ്യൂസ് ചെയ്യാണ് അച്ഛൻ. ഇതെന്നോട് 4 കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൗൺസിലിംഗ് കൊടുത്ത 4 കുട്ടികളും. അവരെന്നോട് തുറന്ന് പറയാൻ കാരണം എന്നോട് എന്തോ ഒരു ഇഷ്ടം തോന്നി, ഒരാളോടെങ്കിലും ഞങ്ങൾക്കിത് പറയണമെന്നുണ്ട്. അങ്ങനെ സാറിനോട് പറയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, അത് സമയമാകുമ്പോൾ ഞാൻ ചെയ്തോളും എന്ന് പെൺകുട്ടികൾ പറഞ്ഞു. ഇതേ സബ്ജക്റ്റാണ് അതേ കാരണത്താൽ എന്ന സിനിമയുടെ സംവിധായകൻ ജീവജ് രവീന്ദ്രൻ എടുത്തു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നിനക്കിത് എവിടെ നിന്ന് കിട്ടി? അപ്പം പറഞ്ഞു, എൻ്റെ വീടിനടുത്ത് ഇങ്ങനെ സമാനമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് വിനോട്ടാ, നമുക്കിതൊരു സിനിമയാക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഇതിൽ അച്ഛനായിട്ടാണ് അഭിനയിക്കണമെങ്കിൽ ഞാനില്ല. കാരണം അങ്ങനെ ഒരു കുട്ടിയെ, ഒരു സ്വന്തം മോളെ പീഡിപ്പിക്കുന്ന ഒരു അച്ഛനെ അവതരിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ആളുകൾക്ക് എന്നെ വെറുത്തു പോകും. ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും എനിക്ക് അതിന് താല്പര്യമില്ല. അപ്പം വെറുക്കുന്നതിലുപരി എന്നോട് ഒരുപാട് കുട്ടികൾ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ആണുണ്ട്. വിനോദട്ട് അങ്ങനെ ആ കഥാപാത്രം എടുത്തില്ലേ? അല്ല, ആ കഥാപാത്രം ഞാൻ അച്ഛനാണെങ്കിൽ ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛനെ നമ്മൾ കാണിക്കുന്നില്ല. വിനോട്ടൻ ഒരു ഔട്ട്സൈഡറാണ്, ഒരു കടല വിൽപ്പനക്കാരനാണ്. പക്ഷെ നിങ്ങൾ കാണുകയാണ് ഈ കുട്ടി ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കണം, അപ്പം നിങ്ങൾ പോയി ഇടപെടുകയാണ് അത്രയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കഥാപാത്രം ഞാൻ ചെയ്തു. ആ സിനിമയ്ക്ക് 30 അവാർഡുകൾ കിട്ടി ആ ഷോർട്ട് ഫിലിമിന്. അതിൽ 17 അവാർഡും ബെസ്റ്റ് ആക്ടർ അവാർഡാണ് എനിക്ക്. ഒന്ന് ഒരു ദേശീയ അവാർഡും. അതാണ് ആ സിനിമ കാരണം ആ സിനിമയിലെ ക്യാമറമാൻ, അതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആളുകളെല്ലാവരും സിനിമയിൽ സജീവമായി. വിനോദണ്ട് ഇപ്പം മോട്ടിവേഷൻ്റെ കാര്യം പറഞ്ഞു, ഒരുപാട് കുട്ടികൾ എന്നെ തേടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. മിക്ക പെൺകുട്ടികളും വന്ന് പറയുന്ന ഏറ്റവും വിഷമകരമായ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളൊക്കെ പോയി പെടുന്നത് പ്രണയത്തിലാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ, കൗൺസിലിംഗ് കൊടുക്കാൻ പോയ സമയത്തുണ്ടായ അനുഭവമാണ് എൻ്റെ ആദ്യത്തെ സിനിമയായ ആകസ്മികം. ആകസ്മികം എന്ന സിനിമ ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന, ഞാൻ മെയിൻ ക്യാരക്ടർ ചെയ്ത, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയാണ്. അതിൽ ഞാനും നമ്മുടെ എൻ്റെ കൂട്ടുകാരനായ, കലയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ CT കബീറും ആതിരയും, ഇവിടെ ഈ മില്ലേനിയത്തിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരു ആതിരയുണ്ട്. ഞങ്ങൾ ആതിര പിന്നെ കബനി, ഞങ്ങൾ 4 പേരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്, വരതയും. അപ്പോൾ ആ സിനിമ ഒരു 10 മിനിറ്റ് സിനിമയാണ്. പക്ഷെ ആ സിനിമ ഈ കുട്ടിയിൽ നിന്ന് എനിക്ക് ഉണ്ടായ ഒരു ദുരനുഭവമാണ്. കാരണം +2 ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന ഒരു കുട്ടി, അവളൊരു മുസ്ലിം പയ്യനുമായിട്ട് പ്രണയത്തിലാണ്. അച്ഛനും അമ്മയും അതിനെ സമ്മതിക്കുന്നില്ല, അവരെ എതിർക്കുകയാണ്. മതവ്യത്യാസവും പിന്നെ അവന് ജോലിയില്ല, കൂലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്നെ വിളിക്കണം അച്ഛൻ. വിനോദ് വന്ന അവളോട് സംസാരിച്ച് അവൾ ഓക്കെ ആവുമെന്ന് പറയാം. പക്ഷേ എൻ്റെ അടുത്ത് അവൾ വളരെ മോശമായിട്ട് പെരുമാറി. എൻ്റെ നേരെ വിരലൊക്കെ ചൂണ്ടിയിട്ട് അവൾ, വിനോദങ്ങളിനോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്, ആ റെസ്പെക്റ്റ് ഇല്ലാതാക്കരുത്, അച്ഛനും അമ്മയോടും പറഞ്ഞേക്കൂ, ആ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ മോൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞേക്കൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ പുറത്തേക്ക് അവൾ വാതിലടച്ചു. ആ അച്ഛൻ്റെ സങ്കടമാണ് എന്നെ സങ്കടപ്പെടുത്തുകയും. അച്ഛനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒറ്റ മോളല്ലേ ഉള്ളൂ, ജീവനോടെ വേണമെന്നില്ലെങ്കിൽ നിങ്ങളെ കല്യാണത്തിന് സമ്മതിച്ചേക്കൂ. അവൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോഴാണ് അച്ഛൻ എൻ്റെ തോളിൽ കിടന്നൊരു കരച്ചിൽ കരഞ്ഞു. അച്ഛൻ എന്നോട് ചോദിച്ചു, എങ്ങനെ പറ്റുന്നു വിനോദേ, ഈ 19 വർഷം ഞാൻ വളർത്തി വലുതാക്കിയ എൻ്റെ പൊന്നു മോള് ഇന്നലെ കണ്ട ഒരുത്തിൻ്റെ കൂടെ അങ്ങോട്ട് പോകാൻ എങ്ങനെ ഈ വേര് പിഴുതെടുത്ത് പോകാൻ പറ്റുന്ന ഈ കുട്ടികൾക്ക്? അത് ടീനേജ് പ്രായത്തിൻ്റെ കുഴപ്പമാണ്. ടീനേജ് പ്രായത്തിൽ നമ്മൾ വെളിവില്ലാത്ത കുറേ തീരുമാനം എടുക്കും. അതൊക്കെ പിന്നെ അബദ്ധമായി പോയെന്ന് പിന്നെ മനസ്സിലാവും. പക്ഷെ അപ്പോഴേക്കും സമയം കഴിഞ്ഞു പോകും. വിനോദേട്ടൻ കണ്ട പ്രണയം എന്താണ്? അല്ല, ഞാൻ കുട്ടികളുടെ കാര്യത്തിലായി പറയണത്. അപ്പം ഇങ്ങനെ പ്രണയത്തിലകപ്പെട്ട് ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ടുണ്ട്. അവളുടെ മോളെ വന്നിട്ട് ഒന്ന് കൗൺസിൽ ചെയ്യണം, അവളിങ്ങനെ ഒരു പ്രണയത്തിൽ പെട്ടിട്ടുണ്ട് വിനോദേട്ടാ, എനിക്കറിയുന്നില്ല, അവൾ ഭയങ്കര വാശിയിലാണ്, എനിക്ക് പേടിയാണ് ഇപ്പം ഇങ്ങനത്തെ കുട്ടികളുടെ അടുത്ത് പോകാൻ. അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു? അവരെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഈ പ്രണയമാണോ കല്യാണ ജീവിതം? അല്ല, പ്രണയിച്ചിട്ട് ജീവിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കൊന്നും പ്രണയിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ. ഞാൻ പ്രണയിച്ച പെണ്ണിനെ എനിക്ക് കിട്ടിയില്ല. അതിലൊരു വിഷമമുണ്ടോ? വിഷമമുണ്ട് എന്ന് പറയാൻ കാരണം, ആ കാമുകി എന്നിൽ നിന്ന് മാറുന്നത് ഞാൻ കലാകാരനായതുകൊണ്ടാണ്. ജോലി ഉണ്ടായിരുന്നെങ്കിൽ അവൾ അച്ഛൻ എനിക്ക് കല്യാണം കഴിച്ച് തരുമായിരുന്നു. ജോലി ഇല്ലാത്തതുകൊണ്ട് കലാകാരൻ്റെ ശബ്ദം നഷ്ടപ്പെട്ട കലാകാരൻ എങ്ങനെ ജീവിക്കും എന്ന് അവൾ ചിന്തിച്ചു. അത്ര അത് വല്ലാത്തൊരു ചിന്തയാണല്ലോ. തീർച്ചയായിട്ടും. പക്ഷേ ആ പ്രണയം നഷ്ടപ്പെട്ടിട്ട് 22 വർഷം ഇതുവരെ എൻ്റെ ശബ്ദം പോയിട്ടൊന്നുമില്ല. ഞാനൊന്നും കലാകാരനാണ്. അതീപ്പരം മറുപടി എന്തോ അല്ലേ? അതാണ് സത്യം. അങ്ങനെയൊന്നും ഒരിക്കലും ചോദിക്കാൻ പാടില്ല. അതിലൊരു വിഷമമുണ്ട്.
നഷ്ടപ്പെട്ടില്ല, നഷ്ടപ്പെട്ടപ്പോൾ എനിക്കായാലും നല്ലൊരു പെണ്ണിന് ഭാര്യയായിട്ട് കിട്ടി, ഞാൻ അവളായിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ് അപ്പം. പക്ഷേ അങ്ങനൊരു സംസാരം പാടില്ലായിരുന്നു. കലാകാരന്മാരെ കല്യാണം കഴിക്കാൻ അവിടെ എത്രയോ പേര് ക്യൂ നിൽക്കുകയാണ്. നമ്മുടെ കാര്യത്തിൽ നമ്മുടെ രണ്ടുപേരുടെ കാര്യത്തിലേ ഒരു കാര്യത്തിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് വിനോദ്. എന്താ? എന്റെ പ്രണയം നഷ്ടപ്പെട്ടത് ഈ ഒരൊറ്റ കാരണത്താലാണ്. സത്യം. ഞങ്ങളൊരു 8 വർഷം പ്രണയം ഉണ്ടായിരുന്നു. ഞാൻ 6 വർഷം പ്രണയിച്ചു. 6 വർഷം. ഞാൻ 8 വർഷം പ്രണയിച്ചു. 2 വീട്ടിലും അറിയായിരുന്നു ഇവിടെ സംഭവത്തോട് തന്നെ. അപ്പം ലാസ്റ്റിലൊക്കെ ആ സമയത്ത് ഇവരുടെ അമ്മയും അപ്പനും ഒക്കെ തന്നെ എന്നോട് പറഞ്ഞു, ഒരു ജോലി, നിനക്കൊരു ജോലി ഉണ്ടോ, എത്ര കാലം ഇതുകൊണ്ട് മുന്നോട്ട് പോകും, എൻ്റെ മോളെ നിൻ്റെ കൂടെ കെട്ടിച്ചുകൂടെ, എനിക്ക് താല്പര്യം. അത് കേൾക്കുമ്പോൾ ഒരു അവസ്ഥയുണ്ട്. നിനക്കും എനിക്കും മാത്രമല്ല, ഒരുപാട് കലാകാരന്മാർ കേട്ടൊരു, പിന്നെ പലരും ഒളിച്ചോട്ടി കൊണ്ടുപോകും, പിന്നെ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. വേണ്ട, അതിനൊന്നും നമ്മൾ മെനക്കെട്ടില്ല. ഓക്കെ, അങ്ങനെയാണ് നിൻ്റെ തീരുമാനമെങ്കിൽ നീ വേറെ കെട്ടിക്കോ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടുകൊടുത്തും കൊണ്ട് പോകണം. അത്രയേ ഉള്ളൂ. ഇന്ന് സന്തോഷവാനാണോ? ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷവാനാണ്. കാരണം നമുക്കുള്ളത് വേറൊരു സ്ഥലത്തുണ്ട്, അത് ഇത്തിരി കാത്തിരുന്ന് നമുക്ക് വേറെ കിട്ടും. പക്ഷെ വിനോദായിട്ട് 4 തവണ കല്യാണം കഴിച്ചു. അത് സ്വന്തം ഭാര്യ തന്നെയല്ലേ, അത് ആര് കിട്ടും? അത്രയും ഇഷ്ടം കൊണ്ടല്ലോ സ്വന്തം ഭാര്യ തന്നെ വീണ്ടും വീണ്ടും കല്യാണം കഴിക്കണം. വേറെ ആര് കഴിക്കും? ആര് കഴിക്കും? വേറെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്കും പ്രതീക്ഷ വെക്കാം, ഒന്ന് പോയാൽ വേറെ ഒന്നും വരും അല്ലേ? അല്ല, അത് വരും. നമുക്ക് എവിടെ ഒരു പെണ്ണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ആ പെണ്ണ് നമ്മുടെ ജീവിതത്തിൽ വരുള്ളൂ. ആ പെണ്ണോട് നമ്മൾ ഈ കഥകളൊക്കെ പറയും. ഞാൻ എൻ്റെ ഭാര്യയോട് എൻ്റെ എല്ലാ കഥകളും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ എന്നെ സ്നേഹിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയാതിരിക്കരുത്. ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാലൊക്കെ വലിയ പ്രശ്നമാണ്. ഈ ഒളിപ്പിക്കലാണ് ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നത് അല്ലേ? ഒളിപ്പിച്ച് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് പൊന്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ജീവിതത്തെ മൊത്തം ബാധിക്കും. തീർച്ചയായിട്ടും. വിനോദേട്ട കുറേ നേരം സംസാരിച്ചു. ഒരു അടിപൊളി പാട്ട് നമുക്ക് വേണ്ടി പാടാവോ? പാടാം. പാട്ട് പാലവും. അയ്യോ, പലവും പാടുന്നത്. പലവും ഞാൻ ഇന്നലെ പാലത്തിനെ കുറിച്ചൊരു ഇതുണ്ടായിരുന്നു. കാരണം ഈ പാലവും എന്നുള്ള പാട്ട് ജിതേഷ് മരിച്ചതിന് ശേഷം ഞാൻ പാടിയപ്പം ഞാനാ പാട്ട് വെറുതെ പാടി ഫേസ്ബുക്കിലിട്ടപ്പം മമ്മൂക്ക എന്നെ വിളിച്ചു. ഇതാണ് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മമ്മൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിനോദേ, നീ പാടിയ പാട്ട് ഞാൻ കേട്ടു, പാട്ടൊക്കെ നന്നായിട്ടുണ്ട് നീ പാടിയത്, പക്ഷെ അത് മരച്ചോട്ടിലിരുന്ന് പാടേണ്ട പാട്ടല്ല, അതിനകത്തൊരു കഥയുണ്ട്, ഒരു വലിയ ജീവാംശമുണ്ട് അതിനകത്ത്. ഒരു പാലമുണ്ട്, ഒരമ്മയുണ്ട്, ഒരു മകളുണ്ട്, ഒരു അച്ഛനുണ്ട്, അവരുടെ വേദനയാണ് ആ പാട്ട്. എന്തുകൊണ്ട് അങ്ങനെയൊന്നും ചിത്രീകരിച്ചില്ല? അത് ചിത്രീകരിച്ച് എത്ര ആൾക്കാരുടെ മനസ്സിൽ ആ കഥ നിൽക്കുമായിരുന്നു എന്ന് മമ്മൂക്ക പറഞ്ഞതിൻ്റെ പേരിൽ പിറ്റേ ദിവസം ഞാൻ പോയിട്ട് ക്യാമറമാനെ കാണുന്നു, എൻ്റെ കൂട്ടുകാരനെ കബീറിനെ കാണുന്നു, കബീറും ഞാനും ഒരു പെൺകുട്ടിയെ പോയി കാണുന്നു, എൻ്റെ മോളായിട്ട് അഭിനയിക്കാൻ കുട്ടിയെ കാണുന്നു. ഒരാഴ്ച കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ മമ്മൂക്കയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. മമ്മൂക്ക എന്നെ ഫേസ്ബുക്ക് പേജിലൂടെ ഇട്ടു. ഇഷ്ടംപോലെ ആളുകൾ. ഇപ്പോഴും എനിക്ക് ഭയങ്കര കുളിരാണ് ആ പാട്ട് കേൾക്കുമ്പോൾ. കാരണം ആ പാട്ടിലേക്ക് ഞാൻ എൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്തിരുന്നു. അല്ല, പാട്ട് പാടാൻ. ആ കുട്ടിയുടെ പോർഷൻ ഇപ്പം എന്തിനാണമ്മേനെ കരുതിരുത്തി പകരത്തിനപ്പനെന്തേ പോവാഞ്ഞത് എന്നൊരു പെൺകുട്ടി തന്നെ പാടണം, ഒരു മോളെന്നെ പാടണം. അപ്പോൾ ആ പാട്ട് പാടിക്കാൻ എനിക്ക് ഒരു കുട്ടിയെ കിട്ടി. രജീഷ് എന്ന് പറഞ്ഞ ആളുടെ ഒരു മോള്, നന്നായിട്ട് പാടുന്നൊരു മോള്, ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി പാടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കുട്ടിയോട് ഭയങ്കര ഇഷ്ടം തോന്നി, ഭയങ്കര ഫീൽ ചെയ്തിട്ടാണ് കുട്ടി പാടിയത്. അപ്പം ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഈ കുട്ടി തന്നെ അഭിനയിച്ചാൽ മതി നമ്മുടെ കൂടെ. അങ്ങനെ അവളെ തന്നെ എൻ്റെ കൂടെ അഭിനയിപ്പിച്ചു. അത് ആ കുട്ടിക്കും ഭയങ്കര ഒരു മാർക്കറ്റായി. ഇന്നലെ ഞാൻ അന്ന് ആ കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞു, ഈ കുട്ടിക്ക് നല്ല സംഗീതബോധമുണ്ട്, കാരണം അച്ഛനും ഒരു സംഗീതജ്ഞനാണ്. അപ്പോൾ കുട്ടിയെ നന്നായിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. റിയാലിറ്റി ഷോക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട്, അപ്ലൈ ചെയ്യണം. ഏതെങ്കിലും ഒന്നിലും കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വാക്ക് കേട്ട് ഇവർ പല റിയാലിറ്റി ഷോയിലും ഈ കുട്ടിയെ കൊണ്ടുപോയി. അവസാനം ഇന്നലെ ടോപ്പ് സിംഗറിൽ ആ കുട്ടിക്ക് സെലക്ഷൻ കിട്ടിയിട്ട് എന്നെ വിളിച്ചു. ഞാൻ ആ കുട്ടിയെ പോയി കണ്ടു, അവളെ കെട്ടിപ്പിടിച്ച് ഞാൻ അഭിനന്ദിച്ചു. ഇനി അവളുടെ ഒരുപാട് കാര്യങ്ങൾ, കാരണം അവൾ പാടേണ്ട പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് ഒക്കെ ഞാൻ പറഞ്ഞുകൊടുത്ത് അവൾ പാടും. അതിനൊരു അവസരം കൊടുത്തതിൽ അതാണ്. അങ്ങനെ കുറേ ആൾക്കാർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം അത് വലിയ സന്തോഷമാണ്. പാലോ നല്ല നടപ്പാലം, അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിൻ്റെ തൂണേ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട്,
എൻ്റെ അമ്മ വിളിക്കണൊരൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ, അപ്പൻ തന്നല്ലേ പറയാറുള്ളേ. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം. അന്നൊരു വറുതി മാസം കള്ളക്കറക്കിടകം, തിന്നാനും കുടിക്കാനും ഇല്ലാത്ത കാലം. നീ അന്ന് നീന്തി നടക്കണ കാലം, അടിവെച്ചു വീണു നടക്കണ പ്രായം. വറുതിക്ക് തീർപ്പ് കലിപ്പിച്ചമ്പ്രാൻ, ഉണ്ണീടെ മേനെ കരുനീറുത്താൻ, ഉണ്ണീടെ മേനെ കരുനീറുത്താൻ. എന്തിനാണമ്മേനെ കരുനീറുത്തി, പകരത്തിനപ്പനന്തേ പോകാഞ്ഞത്. മാറത്തും നന്നടർത്തിയെടുത്ത്, എന്തിനാണമ്മ കരുവായത്, എന്തിനാണമ്മ കരുവായത്. ഇനി പാടുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടും. അപ്പം അത്രയും മതി. പാടുമ്പം മനസ്സിൽ തന്നെ അല്ല, ഈ നാടൻ പാട്ടുകൾക്ക് വല്ലാത്തൊരു ജീവനാണ്. അത് മറ്റൊരു പാട്ട് പാടുമ്പോൾ നമുക്ക് ആ ജീവൻ കിട്ടാറില്ല. പണ്ട് തന്നെ നിറയുന്നുണ്ട്. ഗ്രാമീണം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, ഞാനും കബീറും ഒക്കെ കൂടെ കൊണ്ടു നടന്നൊരു പ്രായം. അതിനകത്ത് ഒരുപാട് നാടൻ പാട്ടുകളാണ്. അപ്പോൾ പലതരം നാടൻ പാട്ടുകളുണ്ട്. അതിലിപ്പം മറ്റേ വടക്കത്തി പെണ്ണാളേ പെണ്ണാളേ പെണ്ണാളേ, വൈക്കങ്കായലോളം തള്ളുന്ന വഴിയേ, കൊയ്ത്തിനു വന്നവളേ കൊയ്ത്തിനു വന്നവളേ, ആ കണ്ണുകൊണ്ട് മിണ്ടാണ്ടേ മിണ്ടുമിളമങ്കേ, കണിമങ്കേ കണ്ണിമടന്തേ. ഒരു താറാവിനെ മേച്ചു നടക്കുന്ന ഒരാൾ അയാളുടെ കാമുകിയെ നഷ്ടപ്പെട്ട വേദനയിൽ പാടുന്നൊരു പാട്ടാണ്. ഈ മറ്റൊരു പാട്ടിനും ഇല്ലാത്ത ജീവൻ നാടൻ നാടൻപാട്ടിനുണ്ട്. നാടൻപാട്ടിനൊരു പ്രത്യേക, നാടൻപാട്ട് മണ്ണിൻ്റെ മണമുള്ള, മലയാളത്തിൻ്റെ ഗന്ധമുള്ള, വിയർപ്പിൻ്റെ രുചിയുള്ള പാട്ടുകളാണ്. അവർക്ക് മരണവുമില്ല. ശരിക്കും നമ്മൾ മണിച്ചേട്ടനെ ഈ സമയത്ത് മിസ് ചെയ്യുന്നല്ലേ? മണിച്ചേട്ടനെ വല്ലാതെ മിസ് ചെയ്യും. മണിച്ചേട്ടനെ പാടി എത്ര പാട്ടുകളുണ്ട്. ഇപ്പോഴും മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്നത് ആ പാട്ടിൻ്റെ മേലേക്കല്ലേ. അതെ, ഏത് ഓർക്കസ്ട്ര പോയാലും മണിച്ചേട്ടൻ്റെ പാട്ടില്ലാത്ത ഒരു ഓർക്കസ്ട്ര ഉണ്ടോ? ഒരു ഗാനമേള ഇല്ല. അതാണ് സത്യം. അപ്പം ഞാൻ എവിടെ പോയാലും ആളുകൾ എന്നെ കൊണ്ടൊരു നാടൻപാട്ട് പാടിപ്പിക്കും. ആ നാടൻപാട്ട് പാടിക്കഴിഞ്ഞാൽ ആളുകളുടെ ഇളകുകയാണ്. ആളുകളുടെ ഇളകി നമ്മുടെ കൂടെ ഡാൻസൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ കൈ കൊണ്ട് താളം പിടിക്കുക, അല്ലെങ്കിൽ കാലുകൊണ്ട് താളം പിടിക്കുക, എഴുന്നേറ്റം കൊണ്ട് തുള്ളും. അതാണ് ഉണ്ടാവുക. ഇനി എൻ്റെയും മലയാളി പ്രേക്ഷകർ ഒരു റിക്വസ്റ്റ് ഉണ്ട്. വിനോദേട്ടൻ സെന്റിമെന്റിൽ അഭിനയിക്കുകയും അതോടൊപ്പം മറ്റേ വിക്കില്ലേ, ആ വിക്കിലൊന്ന് പറയാമോ? ഈ അടുത്ത ഇത് സിനിമയിലല്ലേ വിക്ക്? ഞാൻ 2 പുതിയ തീരങ്ങൾ എന്ന സിനിമയിലാണ് ആദ്യം വിക്ക് ചെയ്തത്. അത് പിന്നെ ഒരു തമാശയായിരുന്നു. പക്ഷെ ഇപ്പം ചെയ്ത കട്ടപ്പാടത്തെ മാന്ത്രിക എന്ന സിനിമയിലെ വിക്കൻ അച്ഛന് നടക്കാതെ പോയൊരു സ്വപ്നം, ഫുട്ബോൾ കളിക്കാരനായ അച്ഛന് നടക്കാതെ പോയത് മകനിലൂടെ സാധിച്ചെടുക്കാൻ വേണ്ടി അച്ഛൻ്റെ പ്രയത്നമാണ്. അപ്പം സങ്കടം വരുമ്പോൾ വിക്ക് കൂടും, നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കൂടും. അപ്പം ആ സമയത്ത് ഈ അച്ഛൻ പറയുന്ന ചില ഡയലോഗ്സ് ഉണ്ട്. ഡോക്ടർമാരോടായാലും ഡോക്ടർ ഇയാളുടെ കാല് മുറിക്കേണ്ടി വരും എന്ന്, മകൻ്റെ കാല് മുറിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ കാല് മുറിക്കേ, കാല് മുറിച്ചാൽ എൻ്റെ മോൻ എങ്ങനെ ഫുട്ബോൾ കളിക്കുക? അവൻ്റെ സ്വപ്നാണ് സാറേ ഫുട്ബോള്. സന്തോഷ് ട്രോഫി കളിക്കണം എന്നുള്ള ആഗ്രഹമായിട്ടാ എൻ്റെ കുട്ടി നടക്കണത്. കാല് മുറിക്കണേക്കാളും നല്ലത് എന്നെങ്ങനെ എടുക്കണതാ. സങ്കടമുണ്ട് സാറേ, സങ്കടം ഉണ്ടാകണ്ട. ഓ പൊന്നോ,
അത് ഫീലാണ്. അപ്പം ഞാൻ തന്നെ കരഞ്ഞു വേണ്ട, നമുക്ക് ഗ്ലിസറിനൊന്നും വേണ്ട കരയാൻ. സങ്കടം വന്നു കഴിഞ്ഞാൽ അതൊക്കെ താനെ വന്നോളൂ. അത് എക്സ്പീരിയൻസാണ്. അല്ലാതെ ഇന്ന് പൊട്ടി വീണ് മുളച്ചോരത്തിലുള്ള ക്യാരക്ടറായിട്ട് ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് അങ്ങനെ വരും. അങ്ങനെ വരുന്നവരാണ് താരങ്ങൾ, അഭിനേതാക്കൾ അങ്ങനെയാണ്. ആ ഫീല് വരണമെങ്കിൽ ശരിക്കും ആ ഒരു നിമിഷം ഒന്ന് കണ്ണിങ്ങനെ അടച്ച് തുറന്നു കഴിഞ്ഞാൽ കണ്ണിനുള്ളിൽ ആ ഫീല് വരും, ആ വിഷമം വരും. വിനോദേട്ട ഇത്രയും എക്സ്പീരിയൻസ്, ഇത്രയും യാത്രകൾ ചെയ്ത് ഒരുപാട് അനുഭവങ്ങൾ, എന്നിട്ടും വിനോദേട്ടൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പെട്ടിട്ടുണ്ടോ വിനോദേട്ടൻ? ഇല്ല, എത്തിയിട്ടില്ല. സമയമുണ്ട്, ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഭാഗ്യമാണ് ഏറ്റവും വലിയ ഘടകം. ഭാഗ്യത്തിന് പങ്കുണ്ടോ അഭിനയം? ഭാഗ്യത്തിന് പങ്കുണ്ട്, കഴിവിന് കുറഞ്ഞ പങ്കേ ഉള്ളൂ. പണ്ട് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കഴിവ് കുറച്ച് മതി, ഭാഗ്യത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടും. ഭാഗ്യമുള്ളവരാണ് ഇപ്പോൾ മലയാള സിനിമയിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ എത്തിപ്പെടുന്നത്. അവരൊക്കെ അങ്ങനെയാണ്. കഴിവുള്ള എത്രയോ ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്, അവർക്ക് ഭാഗ്യമില്ല. ഇപ്പം ഞാനൊക്കെ ചില സ്ഥലത്ത് ചെല്ലുമ്പം ഞാൻ ചില അഭിനേതാക്കളെ കാണുമ്പോൾ ഞാൻ അയ്യോ നിങ്ങളൊക്കെ എന്താ നിങ്ങളെ അറിയില്ല സാറേ, ഭാഗ്യം വേണ്ടേ എന്ന് പറയുന്ന ആളുകൾ ഇഷ്ടം. അതുപോലെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് ഭാഗ്യമില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിൽ എത്രയോ നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും മലയാള സിനിമയുടെ സജീവ സാന്നിധ്യമാവേണ്ട ആളാണ് ഞാൻ. പക്ഷെ ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ മുട്ടില്ല, നമുക്ക് പ്രയാസങ്ങളില്ല, പട്ടിണിയില്ല, സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, ഹാപ്പിയാണ്, എല്ലാമാണ്. പക്ഷെ എന്നാലും നമുക്ക് നടുക്കടലിലേക്ക് അപ്പം കടലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. കടലിൽ കുറച്ച് ദൂരം നമ്മൾ ഒരു 100 മീറ്ററോളൊക്കെ നീന്തി ഇങ്ങനെ കടലിലേക്ക് നിന്നിട്ട് നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ് ഇപ്പം കടൽ. പക്ഷേ കടലങ്ങോട്ട് കിടക്കുകയാണ്. യേശുദാസ് പറഞ്ഞിട്ടില്ലേ, ഞാൻ പാട്ടുകാരനാണ്, പക്ഷേ സംഗീതം എന്ന് പറഞ്ഞാൽ സാഗരമാണ്, ഞാനിങ്ങനെ കയ്യിലെടുത്ത് നിൽക്കുന്ന ഒരാളാണ് യേശുദാസ് പറഞ്ഞത്. അപ്പം പിന്നെ നമ്മൾ എന്ത് വരണം? അപ്പോൾ വിനോദേട്ട മുന്നോട്ടുള്ള ജീവിത യാത്രയിൽ എല്ലാവിധ പ്രാർത്ഥനകളും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറയാം. അയ്യോ, എൻ്റെ കൂടെ ഇരുന്ന് പോയിട്ടുള്ളവർക്കെല്ലാം ഉയർച്ച മാത്രമേ. അപ്പം ഒത്തിരി സന്തോഷം. നിനക്ക് എത്രയും പെട്ടെന്ന് പെണ്ണ് കിട്ടട്ടെ കേട്ടോ. താങ്ക് യു. പഴയ പെണ്ണിനെയൊക്കെ വിട്ടുകളാണ്, എന്നിട്ട് പുതിയ പെണ്ണ് വരിക, പുതിയ പെണ്ണിനെ കാമുകയാക്കുക, അവളെ ഭാര്യയാക്കുക, എല്ലാ രീതിയിലും അവളെ കണ്ടു കഴിഞ്ഞാൽ ജീവിതം സന്തോഷകരമാകും. അപ്പം അജിൻ്റെ ആഗ്രഹം ഇപ്പം ഞാൻ സാധിച്ചു തന്നു. ഞാനൊരു വിക്കനായിട്ട് അഭിനയിച്ച് കാണിച്ചു. അതെ, അജിൻ ഒരുപാട് താരങ്ങളൊക്കെ അനുകരിക്കും എന്ന് എനിക്കറിയാം. അതെന്തുണ്ട്, ഞാനിപ്പോൾ എൻ്റെ പഴയൊരു മിമിക്രി എടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. അതൊന്നും നമ്മൾ ഒരിക്കലും മറക്കൂല. കാരണം നമുക്കൊക്കെ അന്നം തന്ന വകയാണത്, ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പം അജിൻ നല്ലൊരു മിമിക്രിക്കാരനാണ്. അജിൻ 2 താരങ്ങളെ നമുക്ക് അനുകരിച്ച് കാണിക്കും പ്ലീസ്. കോൺഫിഡൻസ് ഉള്ള 2 താരങ്ങൾ. ജാഫ്രിഡിക്ക് ഇപ്പോൾ നമ്മുടെ കുട്ടൻ്റെ ഷിനിഗാമിയിലൊക്കെ തകർത്തിരിക്കണം. അതെ, ഇപ്പോഴും പറയാം പെർഫെക്ഷൻ ആണോ ആവുമല്ലോ, ആവാതിരിക്കില്ല. മനെ ഞാൻ ജാഫ്രിക്കയാ. കുഞ്ഞ് എന്നാ വിശേഷമൊക്കെ? നീ വല്ലതും കഴിച്ചായിരുന്നോ? എന്നെ കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇവൻ മിടുക്കനാ കേട്ടോ. ഇവനെ കണ്ടിട്ടൊക്കെ അങ്ങനെ കണ്ട് ചേർന്നതൊക്കെ അടിച്ചിട്ട് വരാം മനെ. താങ്ക്യൂടാ. വളരെ കറക്റ്റാടാ, മൈന്യൂട്ടായിട്ട് ചെയ്തത്. താങ്ക് യു. അപ്പം ഒരു സ്റ്റാർ വിനോദേട്ടൻ. ഞാൻ ചെയ്യണ്ട, ഞാൻ സ്റ്റാർസിന് ചെയ്യാറില്ല പൊതുവെ. കോമഡിയിലാണ് എപ്പോഴും കോൺസെൻട്രേറ്റ്. പക്ഷേ എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞ നടൻ മലയാള സിനിമയിലെ നെടുമുടി വേണുചേട്ടനാണ്. അപ്പോൾ വേണുചേട്ടനെ മാത്രമാണ് ഞാൻ അനുകരിക്കാറ്. ഓക്കെ, അത് പഴയ കാലത്ത് വേണുചേട്ടൻ ചെയ്ത ഒരു സിനിമയിലൊരു ഭയങ്കര സെൻറ്റി ആയിട്ടുള്ളൊരു കഥാപാത്രമുണ്ട്. അത് കരയാൻ വേണ്ടി പറഞ്ഞതല്ല, നീ എന്താ പറഞ്ഞേ? നിനക്കെന്നോട് സ്നേഹമില്ലെന്നോ? ഇതെല്ലാം ഞാൻ നിനക്ക് വെച്ച കത്തുകളല്ലേ? വിഷപ്പാടുകൾ വീണ് മഷിപ്പാടുകളെല്ലാം മാഞ്ഞു കാണും. തൃപ്തിയായില്ല നിനക്ക് എന്ന് പറയുന്നത് നെടുമുടി. അപ്പം ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ ചെയ്യാം. നമ്മുടെ കട്ടപ്പന നിർത്തിക്കുറവ് സിനിമയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണനും ധർമ്മജന്റെ കോമ്പിനേഷൻ ഒരേ സമയം. വിഷ്ണു ഉണ്ണികൃഷ്ണനും ധർമ്മജൻ. വാസപ്പോ കണ്ണീ കണ്ട പെൺപിള്ളൊക്കെ ഏത് പാതിരാത്തേക്ക് വിളിച്ചാലും നിനക്കൊക്കെ സ്വന്തം സമയമുണ്ട്. സ്വന്തം അമ്മ വിളിച്ച് ചെയ്യാം, രണ്ടുപേരും സംസാരിക്കാൻ പറ്റില്ല. അപ്പം തിരക്കും പേടവും ദേഷ്യവും. എന്നിട്ട് ദാസപ്പ അമ്മക്കും ദേഷ്യപ്പെടുന്നത് സഹോ ഇവിടെ ഞാനെന്നല്ല, എല്ലാ മക്കളും അമ്മയോട് ദേഷ്യപ്പെടും. എന്താ കാര്യം? ഇവിടെ നമ്മളെ വിട്ടു പോകില്ല, നമുക്ക് ഉറപ്പുള്ള ഒറ്റ ആളേ ഉള്ളൂ, അത് നമ്മുടെ അമ്മയാ. സഹോ നിന്റെ നിന്റെ കൂടെ എപ്പോഴും തോന്നട്ടോ. അമ്മ ഇല്ലാണ്ടായ പിന്നെ അമ്മ ഒന്ന് വിളിക്കാൻ കൊതിക്കും. അപ്പം വിളിയേക്കാൻ അല്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടമാടാ. വിഷ്ണുവിനെ ഒന്ന് അനുകരിക്കുന്ന ആരെയും ഞാനത് കണ്ടില്ല കേട്ടോ. കറക്റ്റ് ആയിരുന്നു. വിഷ്ണുവിന് അങ്ങനെ ഒരു ശബ്ദത്തിൻ്റെ ഒരു അടവുണ്ടല്ലോ. രണ്ടുപേർക്കും ഉണ്ട് അടവ്. അടിപൊളി. താങ്ക് യു. അപ്പം
ഇത്രയും നേരം ഞങ്ങളെ ചിന്തിപ്പിച്ചതിലും ചിരിപ്പിച്ചതിലും സംസാരിച്ചതിലും ഞങ്ങളുടെ സെല്ലുലോട്ട് ടീമിൻ്റെ വക ഒരു മൊമെൻറ്റോയുണ്ട്. സ്നേഹത്തോടെ